സത്യവിശ്വാസികളെ, അസീർ നബവിയുടെ 5-ാമത്തെ അധ്യായമായ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ആദ്യ ബാല്യകാലവുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാം ആവേശം പകർന്നു തന്നുകൊണ്ട് വിശദമായും കൃത്യമായും തന്നെ നബിയെക്കുറിച്ച് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിർബന്ധ ബുദ്ധിയോടെ പലരും കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടെ ചേർത്ത് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്ത് മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ചയ്ക്കെടുക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചു, അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വെറും 25 വർഷക്കാലം മാത്രം ജീവിച്ച ഒരാളാണ്. വിവാഹം കഴിഞ്ഞ് പല റിപ്പോർട്ടുകൾ അനുസരിച്ചും ഏതാനും ദിവസങ്ങൾ മാത്രം 4-5 ദിവസം മാത്രം ഭാര്യയോടൊന്നിച്ച് കഴിഞ്ഞ ശേഷം മദീനയിലേക്ക് പോയ, ഒരു റിവായത്തനുസരിച്ച് ഷാമിലേക്ക് കച്ചവടത്തിനാണ് പോയി എന്നും പറയുന്നു. അദ്ദേഹം അവിടെ വെച്ച് വഫാത്താവുകയായിരുന്നു എന്നും അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസ് വിവരം അന്വേഷിക്കാൻ ചെന്ന് അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നും മരണവാർത്തയുമായാണ് അദ്ദേഹം ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെയും ഭാര്യ അമിനയുടെയും അടുത്ത് എത്തുന്നത് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു ആകസ്മിക മരണത്തെ തുടർന്ന് ഉണ്ടായ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ അബ്ദുല്ലാക്ക് ഒന്നും സമ്പാദിക്കാനോ സ്ഥാപിക്കാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അബ്ദുൽ മുത്തലിബ് വലിയ ധനാഢ്യനാണ് ആ സമയത്ത്. പക്ഷേ അബ്ദുൽ മുത്തലിബിന്റെ അനന്തര സ്വത്ത് കിട്ടിയിട്ടില്ല. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിലാണ്, കച്ചവടമൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തായിട്ട് നബിക്ക് കിട്ടിയത് വെറും 5 ഒട്ടകങ്ങളും 1 പറ്റം ആടുകളും ഒരു എത്യോപ്യക്കാരിയായ ഒരു അടിമ സ്ത്രീയുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ എത്യോപ്യക്കാരിയായ അടിമ സ്ത്രീയുടെ പേര് ബറക്ക എന്നായിരുന്നു. അവരാണ് ഉമ്മു ഐമൻ എന്ന പേരിൽ പിന്നെ നബിചരിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് എന്നും ഖദീജ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണം നടക്കുമ്പോൾ അവരുടെ കല്യാണവും നടത്താൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യം കാണിച്ചത് പ്രകാരം ഉബൈദ് ഇബ്നുൽ ഹാരിസ് ഖസ്റജി റളിയല്ലാഹു അൻഹു അവര് കല്യാണം കഴിച്ച് മദീനയിലേക്ക് പോയി. അവരിൽ നിന്ന് ഐമൻ എന്നൊരു കുട്ടിയുണ്ടായി. ഇവരുടെ പിതാവ്, അതായത് ഐമൻ എന്ന കുട്ടിയുടെ വാപ്പ ഉബൈദ് വഫാത്തായതിനെ തുടർന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. ആരാണ് സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ എന്ന് ചോദിച്ചപ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു തന്നെ മുന്നോട്ട് വന്നു. അവരെ കല്യാണം കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഉസാമ. ആ ഉസാമയാണ് പിന്നീട് പല പ്രധാന റോളുകളും വഹിച്ചത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. എത്യോപ്യക്കാരിയായ അടിമ വാപ്പയുടെ അനന്തര സ്വത്തായിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം അബ്ദുൽ മുത്തലിബ് മകൻ അബ്ദുള്ളയുടെയും മരുമകൾ ആമിനയുടെയും വിവാഹ സമയത്ത് അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൊടുത്തതായിരുന്നു ഈ പറയുന്ന ബറക്ക ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കകാലത്ത്, കുട്ടിക്കാലത്ത് ഒരു സ്ത്രീയുടെ സംരക്ഷണം വേണ്ട സമയത്ത് ഇവർ കൊടുത്ത ലാളന, ഇവർ കൊടുത്ത സംരക്ഷണം, തണൽ എത്രമാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രം ഞാനൊരു 4-5 ഹദീസുകൾ നിങ്ങളുടെ അടുത്ത് എടുത്തു വെക്കുകയാണ്. 4-5 ഹദീസിന്റെ സന്ദർഭങ്ങളിലൂടെ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു, എത്രത്തോളം സ്വാതന്ത്ര്യമാണ് അവർ പരസ്പരം അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ
അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അവരോട് ഒരുപക്ഷെ അവരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അധികാരവും സ്വാതന്ത്ര്യവും കാണിച്ചിരുന്നത് ഈ ബറക്ക ഉമ്മു ഐമനായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉമ്മു ഐമൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഐമന്റെ അടുത്ത് പോയി. ഞാനും കൂടെ പോയിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനയിൽ എത്തുമ്പോൾ വിശദമായിട്ട് പഠിക്കണം. നബിയുടെ കൂടെ 10 വർഷത്തോളം നബിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച, ഒപ്പം ഒരു സെർവന്റിനെ പോലെ നിൽക്കാൻ പറ്റിയ വലിയ ഭാഗ്യം ചെയ്തയാളാണ്. അദ്ദേഹം കൂടെ പോയി ഉമ്മു ഐമന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സമയത്ത് ഉമ്മു ഐമൻ ഒരു പാത്രത്തിൽ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ നീട്ടി. ഞാനിങ്ങനെ ഹദീസിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് 4-5 ഹദീസ് എടുത്തു നോക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു ഗ്ലാസ് വെള്ളം നീട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ചില്ല. ഫല അതിരി അസാദഫതുഹു സായിമൻ അംലം യുരീദുഹു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്ക് ആ സമയത്ത് നോമ്പായിരുന്നോ അതോ വെള്ളം വേണ്ടായിട്ട് കുടിക്കാതിരുന്നാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഉമ്മു ഐമൻ അങ്ങ് ചീത്ത വിളിക്കാൻ പറഞ്ഞു. സഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത, വല്ലാണ്ട് ദേഷ്യപ്പെട്ട് പറയുമ്പോഴാ പറയാ. അപ്പൊ തുദമ്മിറു അലൈഹി, വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ചീത്ത പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവര് എന്റെ ഉമ്മ കഴിഞ്ഞാൽ നിങ്ങളാണ് എന്റെ ഉമ്മ എന്ന് 2 പേരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അതായത് അബൂ താലിബിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹുമ, ഇവർ 2 പേരും മാത്രമാണ്. മുഹമ്മദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉമ്മു ഐമൻ വന്നു. അതിന് റസൂലോട് പറഞ്ഞു, റസൂലെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വാഹനം വേണം. യഹ്മിൽനി, എനിക്ക് യാത്ര ചെയ്യാൻ വല്ല കഴുത ഒട്ടകോ അന്ന് അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വാഹനം. അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഒട്ടകത്തിന്റെ കുട്ടിനെ തരാം, ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിനെ തരാം. ഈ പാവം വേഗം പറഞ്ഞു, ഇന്നൂലായിത്തേക്കുനി, കുട്ടിക്ക് എങ്ങനെ എന്നെ വഹിച്ച് നടക്കാൻ പറ്റും, ചെറിയ ഒട്ടകത്തിന്റെ കുട്ടിക്ക്. ഒരു പക്ഷെ നമ്മൾ നബിയുടെ തമാശയും മറ്റൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇത് പറയുന്നത് ഉമ്മു ഐമനോടാണ്. ഉമ്മു ഐമൻ പറഞ്ഞു, ചെറിയ ഒട്ടകത്തിന്റെ കുട്ടിക്ക് എങ്ങനെ എന്നെ വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റുക, അത് പറ്റൂലല്ലോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന്റെ കുട്ടിനെ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് വെച്ചാൽ നബി ഉദ്ദേശിച്ചത് ഏത് ഒട്ടകവും മറ്റൊരു ഒട്ടകത്തിന്റെ കുട്ടിയായിരിക്കുമല്ലോ. അവർ തമ്മിൽ തമാശയാണ്, അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. പരസ്പരം എങ്ങനെ നമ്മളൊക്കെ ഒരു ഊഷ്മളമായ പാരവെപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു തരം പെരുമാറ്റമായിരുന്നു. അബ്ദുൽ ഖദീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുനൈനിന്റെ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മു ഐമൻ ഇവിടെ ഒരു സാധാരണ ഒരു സ്ത്രീയായിട്ട് നോക്കി നിൽക്കുന്നല്ല. ഉമ്മു ഐമന്റെ 2 മക്കൾ, ഈ ഐമനും അതേപോലെ മകൻ ഇസ്ലാമിയും വലിയ റോള് വഹിച്ച യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം. അതിലാണ് ഈ പറഞ്ഞ ഐമൻ എന്ന മൂത്ത മകൻ ഷഹീദാകുന്നത്. ആ യുദ്ധം കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, സബ്ബത്തല്ലാഹു അഖ്ദാമക്കും. സബ്ബത്താണ് സീന്, ശരിക്കും അറബിയിൽ സബ്ബത്തല്ലാഹു അഖ്ദാമക്കും, നിങ്ങളെ കാൽ അള്ളാഹു ഉറപ്പിക്കട്ടെ എന്ന്. യുദ്ധം കാരണം മുസ്ലിങ്ങളൊക്കെ ചേരികളൊക്കെ ഒന്ന് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മക്കം ഫതഹിന്റെ സമയത്ത് പുതുതായി വന്ന ഗോത്രങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള യുദ്ധമാണ്. മുസ്ലിങ്ങളുടെ സംഘത്തിൽ ചെറിയ വിളർച്ച സംഭവിക്കുന്നു എന്ന് കണ്ടപ്പോ പേടിച്ചിട്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു ദ്വാരക്കുക സബ്ബത്തല്ലാഹു അഖ്ദാമക്കും എന്ന്. ആ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്കുതി ഫഇന്നക അസ്റാഉൽ ലിസാൻ, നിങ്ങൾ ഉണ്ടാതിരുന്ന നിങ്ങൾക്ക് ശരിക്കും പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് നേരെ വർത്തമാനം പറയാൻ കഴിയില്ല. അതായത് ഹബ്ശക്കാരിയാണല്ലോ, അവരുടെ മാതൃഭാഷ അറബിയല്ല. അറബിയിൽ സബ്ബത എന്ന വാക്ക് സാ ഉച്ചരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് സബ്ബത്തല്ലാഹു എന്ന് പറഞ്ഞപ്പോ നബി അങ്ങോട്ട് പറയുന്നത് മിണ്ടാതിരിക്കും, പറയാൻ വെക്കിലും കൂടെ മിണ്ടാതിരുന്നോളി. അത് നബി ഇപ്പൊ അവരോട് പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അവർ തമ്മിലുള്ള അടുപ്പം ആണത് കാണിക്കുന്നത്. സുഹൈരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഉസാമ ഇബ്നു സൈദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹർമല റളിയല്ലാഹു അൻഹു ഹദീസ് നമുക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവരിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഹജ്ജാജ് ഇബ്നു ഐമൻ പള്ളിയിലേക്ക് കയറി വന്നു. ഇവരിങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ഹജ്ജാജ് ഇബ്നു ഐമൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നത്.
കടന്നു വന്ന് സലാത്തൻ ലം യുത്തിം റുകൂഅഹ, നിസ്കാരം ധൃതിയിലാണ് ചെയ്തു, റുക്കൂ ഒന്നും ശരിക്കും ആയിട്ടില്ല. വല സുജൂദഹ, റുക്കൂവും സുജൂദും ഒന്നും ശരിയാവാത്ത നിസ്കാരം കണ്ടപ്പോ നിസ്കാരം കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആ തഹ്സിബു അന്നക സല്ലൈത, നിസ്കരിച്ചു തോന്നുന്നുണ്ടപ്പോ ഇന്നകലം തുസല്ലി, നിസ്കരിച്ചത് ശരിയായിട്ടില്ല. ഫഅൂദ് ലി സലാത്തിക ഫലമാ വല്ല, ഒന്നും കൂടെ നിസ്കരിക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് അവര് പുറത്തേക്ക് പോകുമ്പോ ഖാല ഇബ്നു ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചോദിച്ചു, മൻ, ആരാണ് ഈ കുട്ടി? കുട്ടിയാണ് എന്ന് ഹദീസിൽ വ്യക്തമായ തെളിവില്ല, പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്ക് തോന്നുന്ന കുട്ടിയായിരിക്കും, ഒരു പക്ഷെ കുറച്ചും കൂടെ പ്രായമായിട്ടും ആവാം. ആരാണ് ഇപ്പൊ നിസ്കരിച്ച ആളുകൾ? ഫഖുൽതു, ഞാൻ പറഞ്ഞു കൊടുത്തത് ഹജ്ജാജ് ഇബ്നു അയ്മൻ ഇബ്നു ഉമ്മു അയ്മൻ, ഉമ്മു അയ്മന്റെ മകൻ അയ്മന്റെ മകൻ ഹജ്ജാജാണ് എന്ന്. അതായത് ഹുനൈനിൽ വഫാത്തായ, ഹുനൈനിൽ ഷഹീദായ ഉമ്മു അയ്മന്റെ മൂത്ത മകൻ അയ്മൻ, അവരുടെ കുട്ടി ഹജ്ജാജാണ് ഈ നിസ്കരിച്ചത് എന്ന് പറഞ്ഞപ്പോ അതോടുകൂടി ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു ഒരു രംഗം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബഹു, പടച്ച റബ്ബേ, ഈ കുട്ടിനെങ്ങാനും അല്ലാഹു റസൂൽ കണ്ടിരുന്നെങ്കിൽ എത്ര ഇഷ്ടപ്പെടുമായിരുന്നു എന്ന്. അത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മു അയ്മനോടുള്ള ഈ ബന്ധം സഹാബാക്കൾക്കിടയിൽ പോലും വളരെ പ്രശസ്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു കുട്ടി നിസ്കരിക്കുന്ന കണ്ടപ്പോ ഇവര് പെട്ടെന്ന് ഓർക്കണം എന്താണ്, ഇതാണ് ആള് തിരിച്ചറിഞ്ഞേക്ക്, ആ ഇതിപ്പോ നബി കണ്ടിരുന്നെങ്കിൽ നബിക്ക് ഈ കുട്ടിനെ എത്ര ഇഷ്ടമാകുമായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഇവര് മദീനത്തേക്ക് പോയ സമയത്ത്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയി, അവിടെ ചെന്ന് കയറുന്ന സമയത്ത് പാവങ്ങളും പണക്കാരും ഒക്കെ മുഹാജിറുകളെല്ലാം പാവങ്ങളായ ഒരു അവസ്ഥയായിരുന്നു. കാരണം എല്ലാം ഒറ്ററിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില സംവിധാനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിരുന്നു, സഹോദരന്മാരായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കൃഷിയുടെ വരുമാനത്തില് ചില ഭാഗങ്ങൾ മുഹാജിറുകൾക്ക് വേണ്ടി നീക്കിവെക്കാൻ തീരുമാനമായിരുന്നു. അത് ബനൂ ഖുറൈദ ഗോത്രത്തിനോടൊക്കെ യുദ്ധം നടന്നപ്പോ അതൊക്കെ കീഴടങ്ങിയപ്പോ ആ ഭാഗങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ കീഴിൽ വന്നപ്പോ ആവശ്യമായ സ്വത്തുക്കളൊക്കെ കയ്യിലെത്തിയപ്പോ ഈ നിയമം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അനുസരണങ്ങൾ എടുക്കണ്ട, എല്ലാവർക്കും ഓരോരുത്തർക്കും പിടിച്ചെടുക്കാനുള്ളതായിട്ടുണ്ടല്ലോ എന്ന്. ഈ നിയമം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈത്തപ്പനയുടെ മരം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ വക കിട്ടിയിരുന്നു. അതായത് ഈ വാക്കിച്ചന്റെ ഭാഗമായിട്ട് കിട്ടിയതാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്ന ഈ ഒരു മരം, ഇത് നബി സ്വന്തക്കല്ലേ ചെയ്തിരുന്നത്, ഈ പറഞ്ഞ ഉമ്മയിന് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. നിയമം വന്നപ്പോ എല്ലാവർക്കും ഒരുപോലെയാണ്. മുഹാജിറുകളൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയിനോട് പറഞ്ഞു, ഈ ഈത്തപ്പഴം ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കണം. അവര് പറഞ്ഞു പറ്റൂല, കല്ല വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ തിരിച്ചു കൊടുക്കൂല. എല്ലാവരും തിരിച്ചു കൊടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഉമ്മയിമ വന്നിട്ട് നബിയോട് പറയാണ്, കല്ല വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ മറ്റേത് തിരിച്ചു കൊടുക്കൂല. അവസാനം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഇരട്ടി, ഈ ഒന്നാണെങ്കിൽ അതിന് 10 ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഇതും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണമെങ്കിൽ ചീത്ത പറയാൻ, ദേഷ്യപ്പെടാൻ, ഒരു കൽപ്പന ധിക്കരിക്കാൻ പോലും സ്വാതന്ത്ര്യം എടുത്തിരുന്ന എത്യോപ്യക്കാരിയായിരുന്ന ബറക്ക ഇനി നമുക്ക് ചിത്രത്തിൽ പലയിടത്തും വരുമെങ്കിലും ഈ അബ്ദുള്ളയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ അനന്തര സ്വത്തായിട്ട് ഒരു അടിമസ്ത്രീ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രീഫ് ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ്. ഈ ഒരു ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്ന സഹാബത്ത് പിൽക്കാലത്തും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈവൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയാ, അവർ തമ്മിലെ വഫാത്തിന്റെ ഈ അതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സിർബിന ഇല ഉമ്മു അയ്മൻ, ഉമർലാനോ അബൂബക്കർലാനോട് പറയാം, നമുക്കൊന്ന് ഉമ്മൈമന്റെ അടുത്തൊന്ന് പോയി നോക്കുക. നസൂറുഹ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹ, നമുക്ക് അല്ലാഹു റസൂൽ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന എല്ലാവരുടെ അടുത്ത് നമുക്കൊന്ന് പോയി നോക്കുക അവരുടെ അടുത്ത് എന്ന്. ഫഖദ് സാറ ഇലാ ഖൈരിൻ മിമ്മാ കാന ഫീഹി വലാകിന്നി അക്ക. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഉമ്മൈമൻ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനാ നിങ്ങൾ കരയണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു എനിക്ക് അതുകൊണ്ടല്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തൊരു സാഹചര്യത്തിലുണ്ടായിരുന്നത് അതിനേക്കാളും വലിയ അനുഗ്രഹത്തിലാണ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ
മരിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന്. ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു വഫാത്താകുന്ന സമയത്തും ഇവർ കരഞ്ഞു. ഇവർ പറഞ്ഞു, ഇതോടുകൂടി ഇസ്ലാം നിന്ന് പോവോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് കരയുന്നത് എന്ന്. ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ദീർഘ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അവർ വഫാത്തായത്, ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗർഭം ആമിന റളിയല്ലാഹു അൻഹ വഹിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അബ്ദുൽ മുത്തലിബാണ് വല്ലിപ്പ എന്നതായിരുന്നു അവരുടെ തണൽ. ജനനം വാർത്തെത്തുന്ന സമയത്ത് ആമിന റളിയല്ലാഹു അൻഹ ഒറ്റക്കായിരുന്നു മക്കത്ത്. സ്വാഭാവികമായും പിതാവിന്റെ സ്ഥാനത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നയാൾ അബ്ദുൽ മുത്തലിബാണ്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബാണ് പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാം ചെയ്തത്. ഇനി നമുക്ക് വിഷയത്തിനെ കുറച്ച് അനലൈസ് ചെയ്ത് വിശദമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്, എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, ജനിച്ച മാസം, ജനിച്ച വർഷം, ഇതൊന്നും കൃത്യമായി ഏകാഭിപ്രായത്തിലുള്ള കാര്യങ്ങളല്ല. ചരിത്രകാരന്മാർക്കിടയിൽ, സീറ പണ്ഡിതന്മാർക്കിടയിൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം തന്നെയാണ്. ചിലരൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാണ് എന്ന്. ചിലരൊക്കെ പറഞ്ഞു റബീഉൽ അവ്വൽ 9-നാണ് എന്ന്. മറ്റു ചിലര് പറഞ്ഞു റബീഉൽ അവ്വൽ 2-നാണ് എന്ന്. പക്ഷേ ഈ അഭിപ്രായങ്ങൾ കുറെ ഉണ്ടെങ്കിലും ഏറ്റവും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും, ഈ ബഹുഭൂരിപക്ഷം എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റവും പഴയ സോഴ്സുകൾ, ഏറ്റവും പഴയ ഉറവിടങ്ങൾ, സീറയുടെ ഉറവിടങ്ങളായ ഇബ്നു ഇസ്ഹാഖ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അവർ എടുത്തു വെക്കുന്ന തീയതി, എടുത്തു വെക്കുന്ന അഭിപ്രായം റബീഉൽ അവ്വൽ 12-ആണ് എന്നാണ്. അതനുസരിച്ച് ഈവൻ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സീറ ഒന്ന് അല്പം ഒന്ന് ചരിച്ചെഴുതാൻ ശ്രമിച്ച ഹുസൈൻ ഹൈക്കലിനെ പോലെയുള്ള, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ലെങ്കിലും മുഹമ്മദ് അൽ ഗസാലിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അവർ പോലും എടുത്തു വെക്കുന്ന റമദാൻ റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം അഭിപ്രായം എന്ന് തന്നെയാണ്. മുസ്ലിം ലോകം, മുസ്ലിം പണ്ഡിത ലോകം റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് കണക്കാക്കി. ഹദീസിൽ പല തെളിവുകളും ഉണ്ടായതുകൊണ്ട് ആമുൽ ഫീലാണ് 570, ക്രിസ്തുവർഷം 570, ആനക്കലഹ വർഷം. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആനക്കലഹ വർഷത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത്. ആനക്കലഹം കഴിഞ്ഞ് ഏതാനും 10-50 ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ജന്നത്തിനിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വയോധികനായ സഹാബി ഖബാസ് ഇബ്നു അശ്യം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഈ ദിശയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം മർവാന്റെ കൊട്ടാരത്തിൽ വന്ന സമയത്ത് അവരോട് ചോദിച്ചു, അൻത അക്ബറു ഔ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ അതോ നബിയാണോ വലുത്? കാരണം കുറെ പ്രായമായിട്ടുണ്ട്. ചില ഹദീസിന്റെ ചില റിവായത്തുകളിലൊക്കെ അവർക്ക് 150 വയസ്സൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു, വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നൊക്കെ. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറു മിന്നി വഅന അഖ്ദമു മിൻഹു ബി20 സന. അക്ബർ എന്ന അറബിയിൽ ചോദിക്കുമ്പോൾ വലിയത് എന്നാണ്. അത് വയസ്സുകൊണ്ടാവാം, ഇൽമു കൊണ്ടാവാം, സ്ഥാനം കൊണ്ടാവാം. അപ്പൊ ആ ഒരു സംശയത്തിന് പോലും വകവെക്കാതെ ഞാൻ നബിനെക്കാളും വലുതാണോ, നിങ്ങൾ നബിന്റെ മൂത്തതാണോ എന്ന ആ ഒരു ചോദ്യം എന്നിട്ട് ക്ലിയർ ആക്കണം. ഞാൻ നബിനെക്കാളും വലുതല്ല, നബി എന്നെക്കാളും വലുതാണ്, പക്ഷേ എനിക്ക് നബിയേക്കാൾ 20 വയസ്സ് കൂടുതലുണ്ട്. അപ്പൊ മർവാൻ ചോദിച്ചു, മാ അബഅദു ദിക്രിക, നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏറ്റവും പഴയ കാര്യം എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് ഉമ്മ എന്നെ കൂട്ടിയിട്ട് മക്കയുടെ പുറപ്രദേശങ്ങളിൽ ഇങ്ങനെ അന്ന് ആമുൽ ഫീലിൽ ആനക്കലഹത്തിന് അബ്രഹത്തും സംഘവും വന്ന ആനകൾ കാട്ടിച്ച പിണ്ടി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന്. ഈ ഹദീസ് ഉൾപ്പെടെയുള്ള മറ്റ് പല ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീലിലാണ് എന്നും മറ്റൊക്കെ ചരിത്രകാരന്മാര് അത് കൃത്യമായി നിഗമനത്തിലെത്തിച്ചിരുന്നത്. മറ്റൊരു ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം എവിടെയാണെന്ന്. ദിവസത്തിന്റെയും സമയത്തിന്റെയും വർഷത്തിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് സ്ഥലമാണ്. സ്ഥലം
ബനു ഹാഷിമിന്റെ ഒരു താഴ്വാരുണ്ടായിരുന്നു. നിങ്ങൾ ഉംറയ്ക്ക് പോകുന്ന സമയത്ത് പിന്നെ മസ്ജിദുൽ ഹറാമിന്റെ കുറെ പിന്നറ്റത്തേക്ക് ഏകദേശം ആ കോമ്പൗണ്ടിന്റെ ഏറ്റവും അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ലൈബ്രറി ആക്കിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ നമ്മളിപ്പോ ലൈബ്രറി നമ്മുടെ അടുത്ത ഭാഗത്താണ്, അല്ലെങ്കിൽ ലൈബ്രറി നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഈ ബനു ഹാഷിമിന്റെ താഴ്വര. ഇപ്പൊ മലയൊക്കെ കുറെ പൊളിച്ചു തുടങ്ങി, വലിയ ഖേദകരമാണ്. അപ്പോ ജനിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോ പല സീറയുടെ പണ്ഡിതന്മാരും പറഞ്ഞത് ഈ താഴ്വാരത്തിലാണെന്ന്. ഈ താഴ്വാരത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും മലപ്രദേശത്ത് നിന്നല്ല, അവിടെയായിരുന്നു അവരുടെ വീടുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. ആ താഴ്വാരത്തിൽ എവിടെയോ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാരണം അബ്ദുള്ളയുടെ വീട്ടിലാണല്ലോ സ്വാഭാവികമായിട്ട് ആമിന റളിയല്ലാഹു അൻഹ ഉണ്ടാവുക. അവിടുന്നായിരിക്കും വല്ലിപ്പയോട് വിവരം, അങ്ങനെ കുട്ടി ഉണ്ടായ വിവരമൊക്കെ ചെന്ന് പറയുന്നതൊക്കെ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് മക്കത്ത് ഒരു വീട് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. കാരണം ഹിജ്റ പോകുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയോടുള്ള എല്ലാ പേരുകളും കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കം ഫതഹിന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഉസാമ, നേരത്തെ നമ്മൾ പറഞ്ഞ ഉമ്മു അയ്മന്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹു, നബിയുടെ ഹിബ്ബ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, നബിയുടെ ഇഷ്ടവാചനം എന്നൊക്കെ. ഉസാമ എന്താന്ന് ചോദിക്കുക, നബിയെ നമ്മൾ എവിടെ ഇറങ്ങുന്നത്? കാരണം പോകുന്ന സഹാബത്തൊക്കെ മുഹാജിറുകൾക്കൊക്കെ വീടുണ്ട്, അവർക്കൊക്കെ സ്വന്തം വീട്ടുകാരുടെയും കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. നബിയെ നമ്മളെവിടെ നിൽക്കുന്നത്, നമ്മളെവിടെ പാർക്കാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അപ്പൊ പറയുന്ന തിരിച്ചൊരു ചോദ്യമായിട്ടാണ് മറുപടി പറയുന്നത്. വഹൽ തറക്കലന അഖീലുൻ മിൻ റിബാഇൽ ഊരി, അതായത് അബൂ താലിബിന്റെ മകനാണ് ഒറ്റയില്, മുസ്ലിം ആയിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ജാഫർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോൾ മുസ്ലിം ആവാതിരുന്ന അബൂ താലിബിന്റെ ഒരു മകനാണ് ഒറ്റയില്. നബി മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയപ്പോ നബിയുടെ ഉൾപ്പെടെയുള്ള അബ്ദുൽ മുത്തലിബിന്റെ മൊത്തം വീടുകളും സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ചിരുന്നു. മക്കം ഫതഹിൽ നബി തിരിച്ചു വരുമ്പോ ചോദിക്കാം, നമുക്ക് വേണ്ടി ഒക്കെയില് വല്ല വീടും ബാക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് പറക്കാൻ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടാണ്, ജനിച്ച വീടാണ് എന്ന ഒരു മാനസികമായ ബന്ധം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് മക്കം ഫതഹിന്റെ സമയത്ത് ഈ പറഞ്ഞ ബനു ഹാഷിമിന്റെ താഴ്വരയിൽ ഒരു ടെന്റ് കെട്ടിയിട്ട് അതിലാണ് നിന്നിരുന്നത് കുറച്ച് സമയം. അപ്പൊ ജനനത്തിന്റെ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും കാര്യത്തിൽ ഒരു കൃത്യമായ റിപ്പോർട്ടില്ല. ഉള്ളത് ഇത്രയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ. ഈ ഭാഗം നമ്മൾ കുറച്ച് അനലൈസ് ചെയ്ത് തഹ്ലീൽ ചെയ്ത് പോകണം എന്ന് പറയുന്നത് സീറയുടെ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പറഞ്ഞ മേഖല ആയതുകൊണ്ട് കൂടിയാണ്. ആ കൂട്ടത്തിൽ പ്രധാനമായി എണ്ണപ്പെടേണ്ട ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തെ തുടർന്നുണ്ടായ കുറെ അത്ഭുത സംഭവങ്ങൾ. നമ്മൾ ചെറുപ്പത്തിലെ കേട്ടിട്ടുണ്ട്, സാബാ തടാകം വെറ്റി വരണ്ടു, പിന്നെ ഇവരുടെ പേർഷ്യക്കാരുടെ തീ അണഞ്ഞു തുടങ്ങിയിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഈ സംഭവങ്ങളുടെ കാര്യത്തിലും പറയാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇത്തരം സംഭവങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളോട് നമ്മൾ സമീപിക്കുന്ന സമീപനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ അവിടെയുള്ള തീ കെടാന് ഒരു തടസ്സമില്ല. അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ നബി അള്ളാന്റെ റസൂലാണ് ജനിക്കുന്നത്, ആ തീ കെടാനാണോ പണി? അള്ളാന്റെ റസൂലാണ് ജനിക്കുന്നത്, അവിടെയുള്ള ബിംബങ്ങളെല്ലാം കൂടി തലകുത്തി വീഴാനാണോ പണി? അള്ളാഹ്ക്ക് കഴിയില്ല, നമ്മൾ ഒരിക്കലും അത് പറയാൻ കഴിയില്ല. നബി വരുന്ന സമയത്ത് അങ്ങനെ ഒരു മുഅ്ജിസത്ത് ഇർഹാസാത്ത് ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. എന്താ ഉണ്ടാവാൻ പറ്റില്ല എന്ന്? നമ്മുടെ ബുദ്ധിയുടെ കുറവാണ്, അതിന്റെ ശൂന്യതയാണ് യഥാർത്ഥത്തിൽ അതൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത്. അതേ സമയത്ത് അത് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ മറ്റെല്ലാം പോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ശക്തമായ റിപ്പോർട്ട് വേണം. നമ്മുടെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടോ ഇല്ലേ എന്നതല്ല, ഹദീസിൽ അത് ക്ലിയർ ആണോ അല്ലേ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇർഹാസാത്തിനെ പറ്റിയിട്ട് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. സീറയുടെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായ സീറത്ത് ഇബ്ൻ ഹിഷാമിൽ അത്തരം സംഭവങ്ങളില്ല. അതേ സമയത്ത് അതുപോലെ തന്നെ വളരെ ആധികാരിക ഗ്രന്ഥമായ ഇബ്ൻ കസീറിന്റെ അൽ വിദായ വൻ നിഹായയിലും അതുപോലെ തന്നെ ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൻ നുബുവയിലും ഒക്കെ ഈ സംഭവങ്ങളെ ചെറുതായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത്ര തന്നെ പ്രബലമായി ഉദ്ധരിക്കുന്നില്ലെങ്കിലും വിഷയങ്ങൾ പറയുന്നുണ്ട്.
റഹീഖുൽ മഖ്തൂമിലും വിഷയം പറഞ്ഞു പോകുന്നുണ്ട്. ചേർത്ത് പറയേണ്ട സംഭവം ദഹബിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തെ നിശിതം എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ചില ഭാഗങ്ങളുമുണ്ട്. നമുക്കതിലുള്ള നിലപാടെടുക്കാൻ വളരെ എളുപ്പമാണ്. അത് സംഭവിക്കൂല എന്ന് നമ്മൾ പറയില്ല. സംഭവിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹ് റസൂലാണ് ജനിച്ചത്. അതിന് സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും യോഗ്യതയുമുണ്ട്. പക്ഷെ സംഭവിച്ചു എന്ന് നമുക്ക് നമ്മളെടുത്ത് പറയുന്നത് നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആശ്രയിക്കുന്ന ബൈഹഖിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ അതിലോട്ട് വാശി പിടിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ സീറയെ വളരെ സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണമെന്ന വാശിയിലാണ് ഇത്തരം നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല. എങ്കിൽ പോലും ഒരു കൃത്യമായ ചിത്രം മനസ്സിൽ വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ നിഷേധിച്ച് കളയുകയാണെങ്കിൽ, ഇത്തരം സംഭവങ്ങളെ മുഴുവനായിട്ട് നിഷേധിച്ച് കളയുകയാണെങ്കിൽ അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്. ഒരു പഠനത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കണമല്ലോ നമ്മൾ വിഷയങ്ങളെ സമീപിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്ന പേര് നബിക്ക് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പ്രചാരം നേടിയത്. നമുക്കിടയിലൊക്കെ മുഹമ്മദ് ഒരു നിലവിലില്ലാത്ത പേരായി മാറി. പക്ഷെ മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ആ പേരിൽ മക്കയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ പേര് അവർക്കിടയില് കോമൺ ആയിരുന്നില്ല, സാധാരണ അവർ ഉപയോഗിക്കുന്ന പേരായിരുന്നില്ല. ചില പണ്ഡിതന്മാർ അവർക്ക് അറിയില്ല എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അലി നദ്വിയെ പോലെയുള്ള അലിമിയാനെ പോലെയുള്ള പണ്ഡിതന്മാരും അതേപോലെ സീറത്ത് ഇബ്നു ഹിഷാമിന്റെ ശരഹ് ചെയ്തിട്ടുള്ള സുഹൈലിയെ പോലെയുള്ള റൗദുൽ ഉൽഫ് പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ പേര് അവർക്ക് അറിയാം. പക്ഷേ ആ പേര് അത്ര തന്നെ ഒരു ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു പ്രചാരത്തിലുള്ള പേരായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവർ ചേർത്ത് വെക്കുന്ന 3 ആളുകൾക്ക് ആ പേര് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മക്കയുടെ പുറത്താണെങ്കിൽ പോലും. ആ 3 ആളിൽ ഒരാള് ഫറസ്ദഖി എന്ന പിൽക്കാലത്ത് വന്ന അമവി കാലത്തെ വലിയ കവിയായിരുന്നു. അവന്റെ വല്ലിപ്പാന്റെ വല്ലിപ്പാക്ക് മുഹമ്മദ് എന്നാണ് പേര് എന്ന് ചരിത്ര ഗ്രന്ഥന്മാരെടുത്ത് വെക്കുന്നുണ്ട്. ഈ 3 ആള് പേരിടാനുണ്ടായ സാഹചര്യം അവര് റോമയുടെ ഭാഗത്തോ പേർഷ്യയുടെ ഭാഗത്തോ ഏതോ രാജാക്കന്മാരെ കാണാൻ പോയ സമയത്ത് ഏതോ ഒരു സ്തുതിക്കപ്പെടുന്നവൻ എന്ന പേരുള്ള ഒരു നബി വരാനുണ്ട് എന്നുള്ള വാർത്ത അവരെന്തോ കേട്ടപ്പോ ഇവരുടെ ഭാര്യമാര് ഗർഭം ധരിച്ച സമയത്ത് എന്നാൽ നമ്മുടെ കുട്ടിക്ക് പേരിരിക്കട്ടെ, നമ്മുടെ കുട്ടി എങ്ങനെ നബി ആയാലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതായിരുന്നു. സീറയുടെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭത്തിന്റെ സമയത്ത് ഒരു അശരീരി പോലെ സെമ്മീഹി മുഹമ്മദ്, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടോളൂ എന്നൊരു അറിയിപ്പുണ്ടായി എന്നൊക്കെ റിവായത്തുകളിലുണ്ട്. ആ റിവായത്ത് നമ്മള് റിവായത്ത് എന്ന രീതിയിൽ ശക്തമല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ല അത് വന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പേര് വന്നു എന്നതൊരു ക്വസ്റ്റ്യനാണ്, ഒരു ചോദ്യമാണ്. കാരണം പേര് നബിയുടെ പേര് മുഹമ്മദ് ആയിരുന്നു എന്നത് പ്രചാരമാണ്. ഇപ്പൊ നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരാളിപ്പോ പരിശുദ്ധൻ എന്നൊക്കെ പേരിട്ട് എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഇടയിൽ ഇപ്പൊ ഒരാളുടെ പേര് പരിശുദ്ധൻ, അതിന് വാക്ക് നമുക്കറിയാം. പക്ഷെ അത് ഒരാളുടെ പേരല്ലല്ലോ. നമുക്ക് വിളിക്കുമ്പോ തന്നെ പരിശുദ്ധ എന്ന് വിളിക്കുമ്പോ വലിയ ഉത്തമ എന്നൊക്കെ വിളിക്കണമായ പരിശുദ്ധൻ, ഉത്തമൻ അല്ലെങ്കിൽ മഹോന്നതൻ എന്നൊക്കെ പേരിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊരു സ്ഥിതിയായിരുന്നു അവർക്കിടയിൽ പേരുണ്ടായിരുന്നത്. ആ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അള്ളാഹുവിന്റെ ദൈവികമായ ഇടപെടൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പേര് തന്നെയാണ്. ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അലാ തഅജബൂന കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശ് വലഅനഹും. നിങ്ങൾക്ക് ആശ്ചര്യം തോന്നില്ലേ അള്ളാഹു എന്നെ ഖുറൈശികൾ ചീത്ത പറയുമ്പോൾ അതിൽ നിന്ന് എന്നെ തെറ്റിച്ച് എന്നെ ഒഴിവാക്കി തരുന്നത് എങ്ങനെയെന്ന്. യസ്തുമൂന മുദമ്മമൻ, അവര് ദമ്മ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാണ്. മുദമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കപ്പെടുന്ന ആൾ, ആക്ഷേപിക്കപ്പെടുന്ന ആളെന്നൊക്കെ. യസ്തുമൂന മുദമ്മമൻ വയൽഅനൂന മുദമ്മമൻ, അവര് മുദമ്മമൻ എന്ന് പറയാണ് എന്റെ പേരാണെങ്കിൽ മുഹമ്മദ് അല്ലേ എന്ന്. അതിനുള്ള സാഹചര്യം അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാവണമെങ്കിൽ അബൂലഹബിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് കവിത പറഞ്ഞിട്ടുണ്ട്, മുദമ്മമൻ അസൈന വ അംറഹു അബൈന എന്നൊക്കെ. അപ്പൊ അവർക്ക് മുഹമ്മദൻ അസൈന എന്ന് അറബിയിൽ പറയാൻ വയ്യ. നമുക്ക് ആ പേരിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് മുഹമ്മദൻ അസൈന, സ്തുതിക്കപ്പെടുന്നവനെ ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു പറയുമ്പോൾ സുഖമില്ലല്ലോ.
ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു, ഞങ്ങൾ നിസ്സാരമാക്കിയിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഈ പേര് സുഖമില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പരിശുദ്ധൻ എന്ന പേരുണ്ട്, പരിശുദ്ധനെ ഞങ്ങൾ നിന്ദിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് കൊണ്ട് തന്നെ ഒരു കവചം തീർത്തിരിക്കുകയാണ്. അതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വെക്കുന്നത്. നിങ്ങൾക്ക് ആശ്ചര്യം തോന്നില്ല, അല്ലാഹു ഖുറൈശികൾ എന്നെ ചീത്ത പറയുമ്പോൾ എന്റെ പേര് കൊണ്ട് എന്നെ അതിൽ നിന്നും വിട്ട് മാറ്റി നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം ആമിന റളിയല്ലാഹു അൻഹ വല്ലിപ്പയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേച്ച് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് വല്ലിപ്പാക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ ചുരുക്കിന് പറയില്ല, നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യക്തമായി മനസ്സിൽ ചിത്രമുണ്ട്. അബ്ദുള്ള എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പക്ക് വേണ്ടി മക്കയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വലിയ വില കൊടുത്തിട്ടാണ് അബ്ദുൽ മുത്തലിബ് ജീവൻ വീണ്ടെടുക്കുന്നത്. 100 ഒട്ടകങ്ങളെ കൊടുത്തിട്ടാണ്. അതോടുകൂടിയാണ് പിന്നെ ആ ഒരു ചര്യ, ആ ഒരു ശീലം അറബികൾക്കിടയിൽ വന്നത് എന്നൊക്കെ നമുക്കറിയാം. അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ള മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു അബ്ദുള്ള. ഈ അബ്ദുള്ള ചെറുപ്പത്തിലെ മരിച്ചു പോയതിന് ആ കുട്ടിക്ക് പിന്നെ ഗർഭമുള്ള സമയത്ത് വാപ്പ കാണാതെ ജനിച്ച ഒരു കുട്ടിയാണ്, കൃത്യമായിട്ട് ജനിച്ച കുട്ടിയാണ്. വല്ലിപ്പാക്ക് സ്വാഭാവികമായും വലിയ സ്നേഹമാണ്, വലിയ അനുകമ്പയാണ്, കൃപയാണ്. കഅബയിലേക്ക് കൊണ്ടുപോയി കഅബയുടെ ഉള്ളിൽ കടന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അബ്ദുൽ മുത്തലിബിന്റെ ദൈവിക വിശ്വാസത്തെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് 7ാമത്തെ ദിവസമായപ്പോ ഒരു ആടിനൊക്കെ അറുത്ത് ഖുറൈശികളുടെ പ്രമുഖ ആളുകളെയൊക്കെ, ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ശ്രദ്ധയ്ക്ക് വിളിച്ചു. എന്നിട്ട് നമ്മുടെ നാട്ടിൽ അഖീഖത്ത് നടത്തുമല്ലോ എന്നതുപോലെ ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. പിൽക്കാലത്ത് 7ാമത്തെ ദിവസം ഈ സദ്യയൊക്കെ കൊടുക്കുന്ന ആൾക്ക് ഖുറൈശികൾ ചോദിച്ചു, അല്ല കുട്ടിക്ക് എന്താ പേരിട്ടത് എന്ന്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കുട്ടിയുടെ പേര് മുഹമ്മദ് ആണ്. അതെന്താ, നിനക്ക് നമ്മുടെ ഉപ്പമാരും വല്യപ്പമാരുടെ ഒന്നും പേര് എന്തുകൊണ്ടാണ് നമ്മുടെ വല്യപ്പമാരുടെയും ബാപ്പമാരുടെയും ഒക്കെ പേരൊന്നും നീ വളഞ്ഞു പോയത്? അതെന്താ ഒഴിവാക്കിയത്? നമ്മുടെ മാരില്ല അറബികളുടെ ഇടയിൽ വല്യപ്പാന്റെ പേര് പേരക്കുട്ടിക്ക് ഇടുന്ന ശീലം നമ്മളെക്കാൾ കൂടുതലാണ്. അവരുടെയൊക്കെ കുടുംബ ശ്രേണി നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും വല്യപ്പാന്റെ പേരായിരിക്കും പേരക്കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാണ് വല്യപ്പമാരുടെ ഒന്നും പേരിടാതെ ഒരു പുതിയ പേരിട്ട് വന്നത് എന്ന്. അപ്പോ അബ്ദുൽ മുത്തലിബ് പറയാണ്, ഞാന് ഈ പേര് കൊണ്ട് എന്റെ പേരക്കുട്ടി ഭൂമിയിലും ആകാശത്തും സ്തുതിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ പേര് വന്നത് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചില സീറയുടെ ഗ്രന്ഥങ്ങളിൽ, ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് ചേലാകർമ്മം കഴിഞ്ഞ രീതിയിലാണ്, ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലാണ് പ്രസവിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. മഖ്തൂനൻ മഖ്തൂലൻ എന്നൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഖിതാന് കഴിഞ്ഞ കുട്ടിയായിരുന്നു എന്ന്. പക്ഷെ സീറയുടെ ഏറ്റവും പഴയ സ്രോതസ്സായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടത്തി അന്നാണ് കുട്ടിയുടെ ചേലാകർമ്മം നടത്തുന്നത് എന്നാണ്. അതേ സമയത്ത് സാദുൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ചില ഹദീസുകൾ എടുത്തു വെക്കുന്നുണ്ട്, അല്ല നബി ജനിച്ച സമയത്ത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു എന്ന്. ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഹദീസ് ക്ലിയർ ആണോ നമ്മൾ അതിനെ സ്വീകരിക്കും, അല്ലേ ആ ഉള്ളതുപോലെ നമുക്ക് അതിനെ സമീപിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ വല്ലിപ്പയുടെ അടുത്ത് സ്നേഹത്തോടെ വളരാൻ തുടങ്ങുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് റസൂലിന്റെ ഏകദേശം കുട്ടി പ്രായത്തിലുള്ള കളിക്കാനുള്ള കൂട്ടുകാരനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അന്ന് 3 വയസ്സായിരുന്നു. പിൽക്കാലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, എനിക്ക് അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സമയത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്റെ ഉപ്പ എന്നോട് മുഹമ്മദിനെ ചുംബിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവരികയുണ്ടായി, ഞാൻ ആ കുട്ടിയെ ചുംബിച്ചു എന്ന കാര്യത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിൽ ആദ്യമായി ചർച്ചയ്ക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ആരാണ് നിർവഹിച്ചത് എന്ന്, ആരാണ് ഉമ്മയായിരുന്നോ, പിൽക്കാലത്ത് ഹലീമ സാദിയെ കൊണ്ടുപോയില്ല, അത്തരം കാര്യങ്ങൾ വിശദമായി നമ്മൾ കടന്നു പോകേണ്ടത്. അതിനു മുമ്പ് നമുക്കൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അല്ല എനിക്ക് പാല് കൊടുത്തത് എന്ന്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് 1500 കൊല്ലത്തോളം കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഒരു പിറന്നു വീണ ഒരു കുട്ടിക്ക് സ്വന്തം ഉമ്മ അല്ലാതെ ഒരു കുട്ടിയെ
കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊടുത്തേക്ക്. എന്തൊക്കെ ഭാഷയാണ് അങ്ങനെയാണ് അതിനെ അങ്ങനെ കൊണ്ടുണ്ട് ഇങ്ങനെ കൊണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതെങ്ങനെയാണ് നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവാം. ഞാനും അങ്ങനെ കുറെ ചിന്തിച്ചു നോക്കി. അതിന്റെ മറുപടി ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടി പുറംനാടുകളിലേക്ക്, അതായത് അറാബികളുടെ മരുഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് കുട്ടിയെ പറഞ്ഞേക്കുക എന്ന ശീലം മക്കത്ത് എല്ലാവരും ചെയ്തിരുന്നതല്ല. ചരിത്രകാരന്മാർ അതിൽ ആഴത്തിൽ പഠിച്ച ആളുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് ഇറങ്ങുന്ന അല്ലയ്യാം എന്ന് പറയുന്ന പത്രത്തില് ഖലീൽ അലി ഹൈദർ എന്ന് പറയുന്ന ആളുകൾ ലേഖനം എഴുതിയിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് പിന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ ഡോക്ടർ ഇൽഹാം അൽ ബാത്തിൻ എന്ന് പറയുന്ന ഒരു സൗദി പണ്ഡിതനുണ്ട്. അവരുടെ ഡോക്ടറേറ്റിന്റെ തിസീസാണ് അൽ ഹയാത്തുൽ ഇസ്തിമാഇയ്യ ഫി മക്ക മുൻദു ദുഹൂരിൽ ഇസ്ലാം ഇലാ അഹ്ദിൽ അമവി എന്ന ഒരു ഗ്രന്ഥം. ഇതിൽ ഈ വിഷയം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് ആധികാരികമായിട്ട് അവർ ഉറപ്പിച്ച് പറയുന്നത് ഇത് അന്ന് മക്കയിലുള്ള ഉന്നത കുടുംബങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ശീലം. ഹുസൈൻ ഹൈക്കലും അത് തന്നെയാണ് എടുത്തു നോക്കുന്നത്. അഷ്റാഫു അഖിൽ മക്കയാണ്. അഖിൽ മക്കയുടെ കൂട്ടത്തിൽ അത്യാവശ്യം ഉന്നത ഖുറൈശികളിലൊക്കെ പെട്ട ആളുകൾ ചെയ്തിരുന്ന ഒരു ശീലമാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെയൊക്കെ നാട്ടിൽ അത്യാവശ്യം വലിയ കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഉമ്മ പ്രസവിച്ചാല് കുട്ടിയെ പ്രസവം ഏറ്റെടുക്കാൻ ഒരു സ്ത്രീ ആയിരിക്കും, അവർ ഡ്രസ്സ് കഴുകാൻ വേറൊരാളായിരിക്കും, കുട്ടീനെ എടുക്കാൻ ഒരാളായിരിക്കും, കുളിപ്പിക്കാൻ വേണ്ടി വേറൊരാൾ വരും. സ്വാഭാവികമാണ് വലിയ കുടുംബങ്ങളാകുമ്പോൾ. എന്നതുപോലെ അക്കാലത്ത് ഉണ്ടായിരുന്ന രീതിയായിരുന്നു വലിയ കുടുംബങ്ങളില് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയെ മൊത്തമായി ഏറ്റെടുത്ത് പുറത്തു കൊണ്ടുപോയി അറാബികൾ, അതായത് ഈ പട്ടണത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുന്ന മരുഭൂമിയിൽ താമസിക്കുന്ന അറാബികൾ അതിന്റെ മലകുടി കഴിയോളം ഒപ്പം നിർത്തും. ചില സന്ദർഭങ്ങളിലൊക്കെ അത് 8 വയസ്സ് വരെ മരുഭൂമിയിൽ നിർത്താറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും അത് അഷ്റാഫ് മക്കയിലെ ഉന്നതരായ ആളുകൾക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? അത് നമുക്ക് അത്ര വ്യക്തമായ ഒരു ചിത്രമൊന്നും അതിനെക്കുറിച്ച് നമുക്കില്ല. എങ്കിൽ പോലും വിഷയത്തെ അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ചില ഊഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, അവർക്കിടയിൽ ഈ ഇൽഹാം അൽ ബാത്തിൻ എന്ന് പറയുന്ന ഈ ഗവേഷക അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ആളുകൾക്കിടയിൽ ഒരു വിശ്വാസം പ്രചരിച്ചിരുന്നു. ഗർഭം ധരിച്ച് ഉമ്മ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയോട് ഭർത്താവ് ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. പുലർത്തുകയാണെങ്കിൽ അത് കുട്ടിയെ സാരമായി ബാധിക്കും. അതിനെ തുടർന്ന് കുട്ടിയുടെ മരണത്തിലേക്ക് വരെ എത്തും എന്നൊരു വിശ്വാസം ആളുകൾക്കിടയിൽ പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം എന്നൊരു സൂചന നൽകുന്ന സ്ഥിരപ്പെട്ട ഒരു ഹദീസ് തന്നെയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഖദ് ഹമംതു അൻഹ അനിൽ ഗീലതി ഹത്താ ദുകിർതു അന്ന റൂമ വഫാരിസ യസ്നഊന ദാലിക ഫലാ യദുറൂല. ഞാൻ ഗർഭിണികൾ മുല കുടിക്കുന്ന സ്ത്രീകളോട്, ഭാര്യമാരോട് ബന്ധപ്പെടരുത് എന്ന് ഞാൻ നിരോധിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത് റോമക്കാരും പേർഷ്യക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പൊ ഞാനത് ചെയ്യില്ല. അത് അതിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ പല സന്ദർഭങ്ങളായിട്ട് ഹദീസിൽ ഉദ്ധരിക്കാറുണ്ട്. മറ്റുള്ള ആളുകളുടെ, നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരുടെ അടുത്ത് സ്വീകരിക്കാവുന്നതാണ്, അല്ലാതെ അവർ ചെയ്യുന്നതാണ് സ്വീകരിക്കാൻ അത്ര നിലപാടൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല തുടങ്ങിയുള്ള അങ്ങനത്തെ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയാറില്ല. പക്ഷെ ഇതിന്റെ ഒരു സാമൂഹികമായ പശ്ചാത്തലം ഇങ്ങനെ ആവാനുള്ള സാധ്യതകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇൽഹാം അൽ ബാത്തിൻ പറയുന്ന അവർക്കിടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, മലകുടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ഭർത്താവിനോട് ബന്ധപ്പെടുകയെന്ന്. നമുക്കറിയാം, ഇവിടെ ആമിന റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബ്ദുള്ള മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഉന്നത കുടുംബത്തിലുള്ള ആളുകളാണ്. ഇനി അവരുടെ ഔന്നത്യം നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതില്ല, കാരണം അവരെക്കാളൊക്കെ ഉന്നതരായ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പൊ അവർക്കതൊരു ദുഷ്പേരാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പാൽ കൊടുക്കുക എന്നുള്ളത് അവർക്ക് ദുഷ്പേരാണ്. ആ ഒരു സാഹചര്യം കൂടി ആയിരിക്കാം ഒരു പക്ഷേ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കാരണം.
മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ വിഷയത്തിൽ, ആ ദിശയിലുള്ള ഒരു കാര്യം, ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അറിവനുസരിച്ച് ഇത് ആൺകുട്ടികൾക്ക് മാത്രമാണ് കൂടുതലായിട്ടും നടപ്പാക്കപ്പെട്ടിരുന്നത്. കാരണം ഞാൻ ഇവരെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. ഇൽഹാം അൽ ബാഖീൻ എന്ന് പറയുന്ന ഈ ഗവേഷക പറയുകയാണ്, പെൺകുട്ടികൾ ഇതുപോലെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ച റിപ്പോർട്ടുകൾ വളരെ അപൂർവമാണ്. എനിക്ക് 2 കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് അവർ പറയുന്നത്. ഒന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു മകളും, പിന്നെ പിൽക്കാലത്ത് അമ്മികളുടെ കാലഘട്ടത്തിൽ വന്ന ഉമർ ഇബ്നു അബീ റബിയ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അതൊക്കെ പറയേണ്ടതാണ്, നമ്മൾക്ക് കിടക്കാതെ പോകും. ആ കവിയുടെ ഒരു മകളും, ഇവർ 2 പേരെ മരുഭൂമിയിലേക്ക് ഇതുപോലെ പാൽ കുടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചൊരു സംഭവമുണ്ട്, പെൺകുട്ടികളെ. അപ്പൊ ആൺകുട്ടികളെ ആയിരുന്നു കൂടുതലായിട്ടും മക്കക്കാരൊക്കെ ചെയ്തിരുന്നത് എന്ന് മനസ്സിലായി. അതെന്തുകൊണ്ട്? ഉന്നതരായ ആൾക്കാരാ ചെയ്തിരുന്നത്, അവർക്കിടയിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഒരു ചെറിയ കാരണമായിരിക്കാം. പക്ഷെ അവർ കൂടുതലും ചെയ്യുന്നത് ആൺകുട്ടികൾക്കാണ്. എന്തുകൊണ്ട്? അവിടെയാണ് അവർ യഥാർത്ഥത്തിലുള്ള കാരണത്തിലേക്ക് എത്തുന്നത്. കാരണം അവർക്ക് ആൺകുട്ടികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾ നിർവഹിക്കുന്ന ദൗത്യത്തെക്കാൾ വലിയ ഭാരിച്ചതും പ്രയാസകരവുമായ ദൗത്യമാണ് അന്നത്തെ ആണുങ്ങൾ അന്നത്തെ സമൂഹത്തിൽ ചെയ്തിരുന്നത്. അവരുടെ ആരോഗ്യത്തിന് ഇന്നത്തെ ഒരു ആണിന്റെ ആരോഗ്യത്തെക്കാൾ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ ഗോത്രത്തിന്റെ നിലനിൽപ്പിനും എന്നല്ല ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ സ്വന്തമായി ജീവസന്ധാരണം നടത്തി മരുഭൂമിയുടെ ഈ കാഠിന്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ ആണിന് ശക്തമായ ഒരു ശരീരം കൂടെ വേണം. ആ ശരീരം വേണമെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ പാല് കുടിച്ച് വളർന്നുകൊണ്ടായില്ല. വെയിലും കാഠിന്യവും മരുഭൂമിയുടെ എല്ലാ തീതുപ്പലും ഏറ്റ് പുറത്ത് തന്നെ വളരണം എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ പാല് കൊടുത്ത് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടാണ് 8 വർഷം വരെയൊക്കെ ചിലപ്പോൾ അവിടെ നിർത്തിയത്. 8 വർഷം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയുടെ എല്ലാം കുട്ടിക്ക് ഏകദേശം ഒരു രൂപം, മരുഭൂമിക്കനുസരിച്ച് കുട്ടി ഒന്ന് പരുവപ്പെടുന്ന പ്രായമായി കഴിഞ്ഞു. അത്രയൊന്നും നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിൽ പോലും അവർ അങ്ങനെ നിർത്തിയത് ഈ ഒരു ഉദ്ദേശമാണ് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർക്ക് പ്രധാനമായിരുന്നു മരുഭൂമിയിൽ അന്ന് അവർ ചെയ്തിരുന്ന ഫുറൂസിയ, കുതിര, ഒട്ടക, യുദ്ധത്തിനോടൊക്കെ ബന്ധപ്പെട്ട അമ്പെയ്ത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പട്ടണത്തിലുള്ള ആളുകളെക്കാൾ അത്തരം കാര്യത്തിൽ വൈഭവം ഉണ്ടാവും പുറത്തുള്ള ആളുകൾക്ക്. അവരെടുത്ത് അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ കുട്ടി എന്നാണ്. അതിനേക്കാളും അപ്പുറത്തായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഭാഷ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഒന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് തീരെ ബോധ്യപ്പെടില്ല. കാരണം നമുക്ക് ഭാഷയുടെ റോളൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ റോള് എന്ന് പറഞ്ഞാൽ ശരിയല്ല, നമുക്ക് നമ്മുടെ ഭാഷയോടുള്ള വില മനസ്സിൽ നിന്ന് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആയുധമായിരുന്നു. ഒരു കബീലക്ക്, ഒരു ഗോത്രത്തിന് അവർ ആയുധം വാങ്ങിയതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടിയാണ് കബീലക്ക് ഒരു കവി ഉണ്ടാവുക, ഒരു പ്രാസംഗികൻ ഉണ്ടാവുക എന്ന കാര്യത്തിന് അവർ വില കൽപ്പിച്ചിരുന്നത്. എതിർചേരിയിലുള്ള ആളുകൾ മറുപടി പറയുമ്പോൾ തിരിച്ച് സ്പോണ്ടാനിയസ് ആയിട്ട് അപ്പൊ തന്നെ കവിത കൊണ്ട് മറുപടി പറയാൻ കഴിയുന്ന ആളുകൾ ഞങ്ങൾക്ക് അടുത്തുണ്ട് എന്ന് അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആത്മാഭിമാനം കൊള്ളാറുണ്ടായിരുന്നു. ഭാഷ ഏറ്റവും വലിയൊരു ഘടകമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ഈ കുട്ടിക്ക് ഭാഷ കിട്ടണമെങ്കിൽ മക്കത്ത് അറബിയല്ലേ, അറബിയാണ്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിൽക്കുന്നത് പോലെയാണ് മക്കത്ത് നിൽക്കുന്നത്. കാരണം മക്കയാണ് അന്ന് അറബിയിലെ എല്ലാ ഗോത്രങ്ങളും വരുന്ന ഹജ്ജിന്റെയും കച്ചവടത്തിന്റെയും മറ്റു ചന്തയുടെ കാര്യമൊക്കെ നമുക്കറിയാം. എല്ലാവരും വന്ന് ഒരുപാട് അടിമകളും മറ്റൊക്കെ ആയിട്ട് ഇവരുടെ ഭാഷ ഒരു തരം മിക്സ്ഡ്, ഒരു മസീജ് രൂപത്തിലുള്ളതാണ്. അത് ആ ഒരു അപകടാവസ്ഥയിൽ നിന്ന്, ഭാഷാപരമായ ഒരു അപകടത്തിൽ നിന്ന് ഖുറൈശികൾ സ്വയം രക്ഷ നേടിയത് ചെറുപ്പത്തിൽ അവരുടെ ഭാഷ, ശക്തമായ അറബി ഭാഷ, ശുദ്ധമായ ഫുസ്ഹ സ്വായത്തമാക്കിയത് ഈ പറഞ്ഞ മരുഭൂമിയിൽ വളരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ 8 വർഷം കുട്ടി മരുഭൂമിയിൽ ഭാഷയൊക്കെ ക്ലിയറായി, സ്വന്തം മാതൃഭാഷ ചെറുപ്പത്തിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന ഭാഷ ക്ലിയറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറിൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കരുത്, മലയാള ഭാഷ മറപ്പിക്കരുത്, അറബികളോടാണെങ്കിൽ അറബി മറപ്പിക്കരുത്. ഇപ്പൊ വളരെ സങ്കടകരമായ അവസ്ഥ, വലിയ സാമ്പത്തികമായി വലിയ ആശ്വാസത്തിലുള്ള അറബികളൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെയാണ് മെഡിസിനും ബേബി സിറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തുന്നത് കുട്ടിനെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ.
എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അമ്മാനും ബാപ്പാനും വിട്ടു പോയത് ഇത് പഠിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോ അവരുടെ മനസ്സിലല്ല അവരുടെ സാമൂഹിക സാഹചര്യത്തിൽ ഭാഷയ്ക്ക് ഉണ്ടായിരുന്ന അതിപ്രാധാന്യം ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതിന് അവരെ നിർബന്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നബി വളർന്ന ഗോത്രം ബനൂ സഅദ് ഗോത്രം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശുദ്ധമായ അറബി സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു. പിൽക്കാലത്ത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറഞ്ഞിരുന്നു, ഞാന് പാല് കുടിച്ച് വളർന്നിട്ടുള്ള ബനൂ സഅദ് ഗോത്രത്തിലാണ്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അറബി സംസാരിക്കുന്ന ആളാണ് എന്ന് ആർക്കും ചോദ്യം ചെയ്യാനുള്ള വകയില്ലാത്ത വിധം ശുദ്ധമായി അറബി സംസാരിക്കാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാപ്തനാക്കിയത് ഈ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ മുല കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പറഞ്ഞേക്കുന്ന ശീലം അറ്റത്ത് നിന്നുപോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു കാര്യമാണ്, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരേണ്ടതായിരുന്നില്ലേ? എന്താണ് അത് അറ്റുപോയത് എന്നത് മറ്റൊരു ഗവേഷണത്തിന്റെ ഒരു മേഖലയാണ്. ഈ ഇൽഹാം അൽ ബാത്തിന് പറയുന്നത് അമ്മികളുടെ കാലം വരെയൊക്കെ എന്തായാലും അത് തുടർന്നിട്ടുണ്ട്. ചിലപ്പോ ഒന്നും പാല് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുട്ടിയെ അറബികളുടെ അടുത്ത് വളർത്തുക എന്ന ശീലം അവർ തുടർന്നിരുന്നു. നമുക്കറിയാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച ആളാണ്. ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഹവാസിൻ ഗോത്രത്തിലുള്ള, അതായത് മക്കയുടെ ഒരു ഗോത്രത്തിന്റെ ഒരു കിടപ്പ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കഅബ അതിനോട് ചുറ്റുപറ്റും ഖുറൈശികള് അതിങ്ങനെ ഒരു റൗണ്ടായിട്ട് വരുമ്പോ ഹവാസിൻ, അത് കഴിഞ്ഞ് സഖീഫ്, അവിടേക്ക് എത്തുമ്പോ തായിഫ് വരെയൊക്കെ ഈ പുറം പ്രദേശമായി കഴിഞ്ഞു. സഖീഫ് ഹവാസിനൊക്കെ ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കയുടെ പുറത്താണ്. ഷാഫിഈ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ ചെലവഴിച്ച് അവന്റെ 10,000 കവിതകളൊക്കെ കാണാതെ പഠിച്ചിരുന്നു. ഹുദലി ഗോത്രമല്ലേ, മക്കയിലെ ഹുദലി ഗോത്രം. ഇപ്പോഴും മക്കയിലെ നിലവിലുള്ള ഗോത്രമാണ് ഹുദലി. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും മക്കയിലുള്ള ഹുദലി ഗോത്രത്തിലുള്ള റഅദ് എന്ന് പറയുന്ന ഒരു പരിചയക്കാരനുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിടയിൽ ഈ ശീലം എവിടെയെങ്കിലും എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ എന്ന്. പക്ഷെ അവരൊക്കെ പുതിയ തലമുറയാണ്, അവരുടെ അടുത്തൊന്നും ഇപ്പൊ അതിന്റെ വിവരങ്ങളില്ല. പക്ഷെ ഹുദൽ ഗോത്രം ഇപ്പോഴും നിലനിൽക്കുന്ന ഗോത്രമാണ്. പക്ഷെ ഈ ശീലം അമവികളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് വീണ്ടും തുടർന്നിട്ടുണ്ട് എന്ന് 1700-കളിൽ അറേബ്യൻ പ്രദേശങ്ങളിൽ വിശാലമായി സഞ്ചാരം നടത്തിയ സ്വിറ്റ്സർലൻഡുകാരനായ ബൂർഖാത്ത് എന്ന് പറയുന്ന ഒരു സഞ്ചാരികൾ ആ കാലഘട്ടത്തിലൊക്കെ കുറെ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറെ അമേരിക്ക കണ്ടെത്തി, ഇന്ത്യ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ ഓരോ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തിയത്. ഇദ്ദേഹം ഈജിപ്ത്, സിറിയ, ഫലസ്തീന്, മക്ക തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വിശാലമായി യാത്രകൾ നടത്തി അവിടെയൊക്കെ താമസിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിമായി ഹജ്ജ് നിർവഹിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നത് മക്കയിലെ ആളുകളുടെ ശീലങ്ങളെ പറ്റി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പറഞ്ഞേക്കും കുട്ടീനെ. ചിലപ്പോൾ അത് 2 വർഷം വരെ നിൽക്കും, ചിലപ്പോൾ അത് 5 വർഷം വരെ ആവാം, ചിലപ്പോൾ അത് 8 വരെ നീണ്ടു പോകാം. ഇത് 17-ാം നൂറ്റാണ്ടിൽ ആണ്, ആ 18-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവമാണ്. പിൽക്കാലത്ത് അത് നിന്ന് പോയിട്ടുണ്ടാകാം. ഇത് ഇങ്ങനൊരു ശീലം നടക്കുന്നത് കൊണ്ട് വല്ല ആന്തരികമായ അല്ലെങ്കിൽ മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ വല്ല ഗുണങ്ങളും അതിനുണ്ട്. അതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ വിഷയത്തില് രസകരമായ ആസ്വാദികരമായ ഗ്രന്ഥം രചിച്ച ആളാണ് മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തിന്റെ ഡിസേർട്ട് എന്ന അധ്യായത്തിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു കാവ്യഭാഷയിൽ വിവരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം പറയാം, നിങ്ങളുടെ കുട്ടി ജനിച്ച ഒരു വീട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ കുട്ടി യഥാർത്ഥത്തിൽ അവൻ ബന്ദിയാണ്. പട്ടണത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും ബന്ദികളാണ്. രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ അവൻ ഇന്നടുത്ത് പോകണം, ഇന്ന സമയത്ത് എത്തണം, അത് കഴിഞ്ഞാൽ ഇന്നടുത്ത് തിരിച്ചെത്തണം, ഇന്നയാളോട് റിപ്പോർട്ട് ചെയ്യണം. പട്ടണത്തിന്റെ ജീവിതം തന്നെ ഒരു ബന്ദിയുടെ ജീവിതമാണ്. മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം മുഴുവൻ തുറന്നു കിടക്കുകയാണ്. ജീവിതത്തിന്റെ വാതിലുകളെല്ലാം അവർക്ക് മുമ്പിൽ ഓപ്പണാണ്, തുറന്നു കിടക്കുകയാണ്. സമയത്തിന്റെ ബന്ധനങ്ങളില്ല, കാലത്തിന്റെ ബന്ധനങ്ങളില്ല, സ്ഥലത്തിന്റെ ബന്ധനങ്ങളില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കുടിച്ച ബനൂ സഅദ് ഗോത്രത്തെ പറ്റി സീറയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ മലാരിബു ബനീ സഅദ് എന്നാണ് പറയുന്നത്. ലറബ എന്ന് പറഞ്ഞാൽ അവര് ടെന്റ് അടിച്ച സ്ഥലങ്ങളിലാണ്.
അവരെവിടെയാണോ കൂടിയിരിക്കുന്നത് അവിടെ. ഇവിടെ കുറച്ച് അനുകൂല സാഹചര്യമാണെങ്കിൽ ഇന്ന് ഇവിടെ, ഇല്ലെങ്കിൽ അവർ കിലോമീറ്ററുകൾ താണ്ടി വേറെ പോകും. അറാബികളുടെ ഘടന എങ്ങനെയായിരുന്നു? എത്രത്തോളം വെച്ചാൽ ഖുറൈശികളും അങ്ങനെ ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഖുസൈബിന് കിലാബ് വരുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയവർ മക്കയുടെ പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. ഖുസൈബിന് കിലാബ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, അബ്ദുള്ളയുടെ ഉപ്പ, അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ, ഹാഷിമിന്റെ ഉപ്പ, അബ്ദു മനാഫിന്റെ ഉപ്പ ഖുസൈ. ഈ ഖുസൈയാണ് ഖുറൈശികൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് കഅബയുടെ ചുറ്റുവട്ടത്ത് തന്നെ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ താമസിക്കണം എന്നത് നിയമം കൊണ്ടുവന്നു. അതിനു മുമ്പ് അവരും ഇതുപോലെ നടന്നിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് പഴയ മരുഭൂമി ജീവിതം അപരിചിതമൊന്നുമായിരുന്നില്ല. അപ്പോ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന മാനസികമായ വളർച്ച, സ്വാതന്ത്ര്യം, നേരിടാനുള്ള ശക്തി, ഇത്തരം കുറെ കാര്യങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് അങ്ങ് പോകാം. അത്തരം കുറെ കാര്യങ്ങൾ മക്കത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ജീവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കാര്യമായിരുന്നില്ല. അതോടൊപ്പം ഇതിന് കുറെ മരുഭൂമിയിലാണോ എന്നാൽ പിന്നെ മരുഭൂമിയിലായിക്കോട്ടെ, ആരാണെങ്കിലും ഓക്കെ എന്നൊരു നിലപാട് ഇസ്ലാമിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിശയിൽ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട്, ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസ്തർലിഊഹ അൽ അംതാ, നിങ്ങളെ ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും വിഡ്ഢികളായ സ്ത്രീകളുടെ അടുത്ത് മല കുടിക്കാൻ വേണ്ടി കുട്ടിനെ പറഞ്ഞേക്കരുത്. വഫി സുഹ്ബതിഹാ ബലാഉൻ വഫി വലദിഹാ ദിയാഉൻ, അവളുടെ അടുത്ത് കുട്ടി വളരുമ്പോ അതൊരു അപകടമാണ്. ആ കുട്ടിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തണം. വലാ തസ്തർലിഊഹ ഫഇന്ന ലബനഹാ യുഗയ്യിറു തിബാഅ, കാരണം അവളുടെ പാലോട് കൂടി കുട്ടിക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക പ്രകൃതി നഷ്ടപ്പെട്ടേക്കാം. എത്ര ആഴത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ചിന്തിക്കുന്നത് നോക്കുന്നുണ്ട്. പാൽ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള അംതാഹിനെ പറ്റൂല. ഏതെങ്കിലും പിന്നെ ഫുഖഹാക്കളൊക്കെ എടുത്ത് പറയുന്നുണ്ട്, മാരകമായ അസുഖങ്ങള്, ചൊറി തുടങ്ങിയിട്ടുള്ള അത്തരം ഉള്ള ആളുകളൊന്നും പറ്റൂല. യോഗ്യതയുള്ള ഒരു പരിപൂർണയായ ഒരു സ്ത്രീയെ തന്നെ ആയിരിക്കണം നിങ്ങൾ മുല കുടിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടത്. കാരണം അവളുടെ പാല് കുട്ടിയുടെ പ്രകൃതത്തെ ഒരുപക്ഷെ മാറ്റിയേക്കാം എന്ന് പറഞ്ഞ പാല് ഉള്ളിൽ കിടന്നതോടുകൂടി കുട്ടിക്ക് ബുദ്ധിയില്ലാതാക്കും എന്നല്ല പറഞ്ഞത്. കുട്ടി അവിടെയാണ് വളരുന്നത്. കുട്ടി വളരുമ്പോ അവരാണ് ഉമ്മയും വാപ്പയും പോലെ തെർബിയത്ത് കൊടുക്കുന്നത്, ശിക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ നല്ല ബോധ്യത്തോടു കൂടി ആയിരിക്കണം എന്ന് ഫിഖിലെ ഗ്രന്ഥങ്ങൾ അതിനെ പറ്റിയുള്ള വിശദമായ ചർച്ചകൾ പോകുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോ തന്നെ നമുക്ക് ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഇനി നമ്മൾക്കും അങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഈ വിഷയത്തിലില്ല. എന്തുകൊണ്ടില്ല? പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൽ വാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, പ്രസവിച്ച ഉമ്മമാരാണ് യുർദിഅന ഔലാദഹുന്ന അവരുടെ മക്കളെ പാല് കൊടുക്കേണ്ടത് ഹൗലൈനി കാമിലൈനി 2 വർഷം. ആ ആയത്തിന്റെ അവസാനം അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് വൈൻ അറത്തും, ഇനി നിങ്ങൾ ഉദ്ദേശിക്കാണ് അൻ തസ്തർലിഉ ഔലാദക്കും, നിങ്ങളുടെ കുട്ടിക്ക് പുറത്തൊരാളെ കൊണ്ട് പാല് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈക്കും, അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇദാ സല്ലംതും മാ അതൈതും ബിൽ മഅറൂഫ് ഫത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅലമൂന ബസീർ. ബഖറയുടെ 233 ആയത്ത്. അപ്പൊ അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്ത് പാല് കൊടുത്തിട്ടുണ്ട്, അതോടുകൂടി നമ്മുടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കുട്ടികൾ ഉമ്മമാര് പാല് കുടിക്കരുത് അങ്ങനെയൊന്നുമല്ല. അപ്പൊ നമ്മൾ വേറൊരു ചിന്തയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മയുടെ പാല് നിഷേധിച്ചു? ഇതൊക്കെ അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണല്ലോ. ഒരു പക്ഷേ വളരെ കുറച്ച് കാലഘട്ടത്തിൽ മാത്രം നിലനിന്നിരുന്ന ഈ ഒരു സംവിധാനം അല്ലാഹു റസൂൽ വരാനുള്ള ഈ കാലഘട്ടത്തിൽ കണക്കാക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചത് അല്ലാഹുവിന്റെ ബോധപൂർവമായ തെരഞ്ഞെടുപ്പായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ പോലും ഒരു ഉമ്മയുടെ സംരക്ഷണത്തിന്റെ ആശ്രയത്വം വേണ്ട, ജനിച്ച് വളരുമ്പോൾ തന്നെ ഒരു അന്യ സാഹചര്യത്തിൽ, കഠിനമായ സാഹചര്യത്തിൽ വളർന്നു വരണം, അതിന് ഒരു സൊസൈറ്റിയിൽ തന്നെ ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതായിക്കൂടെ? വലിയ ഔന്നത്യം, നേതാവായി വരാനുള്ള കുറെ നേതൃ ഗുണങ്ങളൊക്കെ സ്വായത്തമാക്കിയത് ഉമ്മയുടെ പാരമ്പര്യമായി കിട്ടിയത് പറയാൻ ന്യായമില്ല. കാരണം ജനിച്ച് 4ാമത്തെ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് പോയിട്ടുണ്ട്. 4 മാസം മക്കത്ത് നിന്നിട്ടുള്ളൂ. പിതാവ് നയിക്കൂടെ ഇല്ല, പിതാവിനെ കണ്ടിട്ടില്ല. വല്യപ്പാന്റെ അടുത്ത് നയിക്കൂടെ ഇല്ല, പറ്റൂല. 8 വയസ്സ് വരെ കുട്ടി ജീവിച്ചിട്ടുള്ളൂ. 8 വയസ്സിൽ 5 വർഷം മരുഭൂമിയിലായിരുന്നു. അതിന് 8 വയസ്സായപ്പോ വല്യപ്പ
പിന്നീട് ഉണ്ടായത് അബൂതാലിബാണ്. അബൂതാലിബ് അബ്ദുൽ മുത്തലിബിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഖുറൈശികളുടെ നേതാവായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വാധീനമായിരുന്നു. അദ്ദേഹത്തിനെ തന്നെ ഇസ്ലാമിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നബി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവണം. നബി ഇവിടുന്ന് പാല് കുടിക്കണ്ട, നബി ഉമ്മയുടെ പാല് കുടിക്കണ്ട, പുറത്ത് പോകട്ടെ, പുറത്തുനിന്ന് പാല് കുടിക്കട്ടെ. അതിന്നൊക്കെ ഒരുപാട് ഇതിപ്പോ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ മാത്രം ബന്ധിതായി കിടക്കില്ല, വിശാലമായ കുറെ ഗുണങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സീറയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് നബിക്ക് അങ്ങനെ അവിടെ ഒരു കുടുംബക്കാരുണ്ടാക്കി. പാല് കുടിക്കുന്നതോടുകൂടി ഉമ്മയായി മാറുകയാണ്. അവര് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ കുട്ടി പ്രസവിച്ച 40 ദിവസം നിൽക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരും. ഞങ്ങളുടെ അവിടെ 40 ദിവസം നിൽക്കുക, നിങ്ങളതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ആ 40 ദിവസം ഇപ്പൊ എന്റെ വീട്ടിൽ ഈ പറയുന്ന നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം കഴിഞ്ഞ് അവരവരെ കാശ് വാങ്ങി അങ്ങ് പോകുമെന്നല്ലാതെ ഈ കുട്ടിയോട് ഒരു ബന്ധുവില്ല. ഈ കുട്ടിക്ക് പിൽക്കാലഘട്ടത്തിൽ ആരായിരുന്നു എന്റെ പ്രസവത്തിന് എന്റെ ആദ്യകാലത്തെ തീട്ടും മൂത്രം വാരുന്നത് പച്ച ഭാഷയ്ക്ക് പറഞ്ഞാൽ ആരായിരുന്നു വെച്ചാൽ കുട്ടിക്ക് അറിയില്ല. ചിലപ്പോൾ ഉമ്മക്ക് തന്നെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്ന നിലപാട് സസൂക്ഷ്മം നോക്കേണ്ടതാണ്. നബിക്ക് ഓരോരുത്തരും അറിയാമായിരുന്നു. ആദ്യം ആരെ പാല് കുടിച്ചു അവരോട് അവർക്ക് വേണ്ട ഉമ്മയുടെ സ്ഥാനം എല്ലാം കൊടുത്തുകൊണ്ട് കൂടെ അങ്ങണ്ടായിരുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദാംശങ്ങളിലൂടെ അവരൊക്കെ കുടുംബാന്നല്ല, അങ്ങനെയല്ല, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് കെയർ ചെയ്യാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിരുന്നു. പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് പഠിച്ചുകൊണ്ട് നമുക്ക് സീറ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലകുടി ഉണ്ടായത് പുറത്താണ് എന്ന് അതിന്റെ ചില ചിന്തകളിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയത്. ഇനി ആരാണ് ഈ മലകുടി ഏറ്റെടുത്തത്? ഒന്നാമതായി ഏറ്റെടുത്തത് നമുക്കൊക്കെ ഒരു പക്ഷെ ഹലീമ സഅദിയെ മാത്രമേ നിങ്ങൾക്ക് അറിയുകയുണ്ടായിരിക്കുള്ളൂ. ഹലീമ സഅദിയെ രണ്ടാമതായി ചിത്രത്തിൽ വരുന്ന ആളാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്തത് ഹലീമ റളിയല്ലാഹു അൻഹ ആയിരുന്നില്ല, സുവൈബയായിരുന്നു. സുവൈബ. ഈ സുവൈബ ആരാണ്? സുവൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരൻ അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു. അബൂലഹബിന്റെ അടിമ സ്ത്രീയായ സുവൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 മാസം പാല് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അബ്ദുൽ മുത്തലിബിന് പറ്റിയ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ബനുസാദിൽപ്പെട്ട ഇവര് ഹലീമ റളിയല്ലാഹു മക്കയിൽ വരുന്നതും അതനുസരിച്ച് അവർക്ക് കൈമാറുന്നതുമൊക്കെ. ഈ സുവൈബ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പാല് കുടിച്ച വേറെ സഹോദരന്മാരുണ്ടായിട്ടുണ്ട് നബിക്ക്. നബിയുടെ തന്നെ അളാപ്പ മൂത്താപ്പ മക്കളാണ്. ഒന്നാമതായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, ഉപ്പയുടെ സഹോദരനാണ്. ഹംസ റളിയല്ലാഹു അൻഹു അതോടുകൂടി നബിയുടെ സഹോദരനായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് യഹ്റുമു മിന റളാഅതി മാ യഹ്റുമു ബിൻ നസബി ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാലുകുടി കൊണ്ട് ജനനം കൊണ്ടുള്ള കുടുംബ ബന്ധം കൊണ്ട് എന്തൊക്കെ ഹറാമാവോ അതൊക്കെ ഹറാമാവുമെന്ന്. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഹറാമ് ഹലാൽ എന്നുള്ള ഹറാമല്ല, ആ കുടുംബ ബന്ധത്തിന്റെ എല്ലാ പവിത്രതയും വരുന്നത്. അപ്പോ നബി ഒരാളെ മല കുടിച്ച ബന്ധത്തിലുള്ള സഹോദരനാണെങ്കിൽ അത് സഹോദരൻ തന്നെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ സഹോദരനായിരുന്നു ഈ പറഞ്ഞ ഈ സുബൈബ റളിയല്ലാഹു അൻഹയിൽ നിന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു അമ്മായിയായിരുന്നു, പിതാവിന്റെ സഹോദരിയായിരുന്നു ബർറ. ബർറ റളിയല്ലാഹു അൻഹയുടെ മകൻ അബൂ സലമ. അബൂ സലമയും ഇവരുടെ പാല് കുടിച്ചിട്ടുണ്ട്. സുവൈബയുടെ സുവൈബ ആരാണ്? അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ. ഈ അബൂ സലമ ബർറയുടെ മകൻ അബൂ സലമയൊക്കെ പിന്നെ നമുക്ക് വിശദമായിട്ട് വരും. കാരണം നബിയുടെ ഭാര്യ ഉമ്മു സലമ ഇവരുടെ ഭാര്യയായിരുന്നു കുറച്ച് സമയം. ഇവർ ഷഹീദാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നത്. ഈ സുവൈബ വേറെ ചില കാര്യങ്ങൾ പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോ അബൂലഹബിനോട്, ഇവർ അടിമ സ്ത്രീ ആയിരുന്നല്ലോ, അബൂലഹബിനോട് വിവരം അറിയിക്കാൻ വേണ്ടി ഓടിപ്പോയ ആള് സുവൈബയായിരുന്നു. പിതാവ് മരിച്ചുപോയ സഹോദരന്റെ കുട്ടി എന്ന നിലയിൽ സന്തോഷ വാർത്ത അറിയിക്കാമെന്ന സുവൈബയെ ആ വാർത്ത കേട്ടപ്പോഴുള്ള സന്തോഷത്തിൽ അബൂലഹബ് പറഞ്ഞു, നീ സ്വതന്ത്രയാണ്, വെത്ക്ക് ചൊല്ലി സ്വാതന്ത്ര്യമാക്കി വിട്ടു. അതിന്റെ പേരിൽ
അബൂലഹബിന് നരകത്തിൽ ആശ്വാസം കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഹദീസിന്റെ വിശദമായ ഒരു പഠനം തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, സുവൈബ മൗലാത്തു അബീ ലഹബ് അതഖഹാ ഫഅർളഅത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ മാത അബൂ ലഹബ്. അബൂ ലഹബ് മരിച്ച സമയത്ത് റആഹു ബഅദു അഹ്ലിഹി ഫിന്നൗമി. അബൂ ലഹബിന്റെ ചില കുടുംബക്കാരെ അബൂ ലഹബിനെ സ്വപ്നത്തിൽ കണ്ടു. അത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അബൂ ലഹബിന്റെ നേരെ വന്നതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു അബൂ ലഹബിനെ ഈ നരകത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരുന്നു. വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ പരലോക ജീവിതം നയിക്കുന്നതായിട്ട് അബൂ ലഹബിനെ കണ്ടു. എന്താ ഉണ്ടായത്, മരിച്ചു നിന്നിട്ട് എന്താ ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ ചോദിക്കണം അബ്ബാസ്. قال لم ألق بعدكم رخاء غير أني أسقيت في هذه مني بعتاقة ثويبة وأشار إلى النقرة التي بين الإبهام والتي تليها. വിരലിന്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അന്ന് നബിയുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ സുവൈബയെ മോചിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് ഈ കുറച്ച് ഭാഗം ഒരു ആശ്വാസമുണ്ട്. ചില റിവായത്തുകൾ ഇവിടുന്ന് എനിക്ക് കുടിക്കാനുള്ള വെള്ളം കുറച്ച് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഹദീസില് വന്നതല്ല, അതായത് ഹദീസിൽ വന്നതല്ല, മീൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടതാണ്, സ്വപ്നത്തിൽ കണ്ടത് തന്നെയാണ്. ശരിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, നിഷേധിച്ച് കളയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അത് നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല. ശരിയാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പക്ഷേ ഇത് സ്വപ്നത്തിൽ കണ്ടതാണ്. പക്ഷെ സ്വപ്നത്തിൽ കണ്ടയാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ ചില റിവായത്തുകളില് ഈ പറഞ്ഞ സുവൈബയെ അബൂ ലഹബ് മോചിപ്പിക്കുന്നത് ആ സമയത്തല്ല എന്ന് പറയുന്നത്. കാരണം അബൂ ലഹബ് മരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഒക്കെ പോയതിന് ശേഷം, ആ ഹിജ്റ പോകുന്നത് വരെയുള്ള സമയത്ത്, അതായത് അബൂ ലഹബിന്റെ കീഴിൽ ഇവരായിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അവര് ഇവർക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തായാലും ഇത് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റിവായത്തിന്റെ ദലാലത്തനുസരിച്ച് ഇവര് ഈ കണ്ട സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ തന്നെ ആയിരിക്കാം അവരെ മോചിപ്പിച്ചിട്ടുണ്ടാവുക. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ-ഇസാബ ഫി തംയീസ് ബൈന സഹാബ എന്ന കിതാബിലൊക്കെ പറയുന്നത്, ഫി തംയീസ് സഹാബ എന്ന ഗ്രന്ഥത്തിലൊക്കെ അവരെ ഖദീജ റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. വകാന തുക്രിമുഹ വഹി അലാ മിൽകി അബീ ലഹബ് വസാലതുഹു അൻ യബിയഹ ലഹാ ഫംതന. അങ്ങോട്ട് വിട്ടു തരാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു ഖദീജ റളിയല്ലാഹു അൻഹ. പക്ഷെ അബൂ ലഹബ് വിട്ടുകൊടുത്തില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവര് മരിക്കുന്നത് വരെ, ആര് മരിക്കുന്നത് വരെ, ഈ സുവൈബ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റൊക്കെ മദീനത്ത് നിന്ന് അങ്ങോട്ട് കൊടുത്തയച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ സുവൈബ മരിച്ചെന്നുള്ള വിവരം കിട്ടുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതാണല്ലോ. മകൻ മസ്റൂഹ് എവിടെയെന്ന് അന്വേഷിച്ചു. ഈ മസ്റൂഹിന്റെ പ്രത്യേകത, ഈ മസ്റൂഹിന്റെ പാലിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചത്. അതായത് ഇവർക്ക് സ്വന്തം ഒരു പ്രസവിച്ച കുട്ടി ഉണ്ടാവില്ല, ആ പാലിൽ നിന്നായിരിക്കും മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുക. മസ്റൂഹി എന്ന കുട്ടിയുടെ പാലിൽ നിന്നാണ് സുബൈബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹംസ റളിയല്ലാഹു അൻഹു അബൂ സലമക്കും മറ്റൊക്കെ പാല് കൊടുത്തിരുന്നത്. ആ മസ്റൂഹ് എന്ന കുട്ടിയെ പറ്റി അന്വേഷിച്ചു. പക്ഷെ കുട്ടിയും അതിനു മുമ്പ് മരിച്ചു പോയിരുന്നു എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹ് കഴിഞ്ഞിട്ട്, അതായത് ഹിജ്റ ഏഴാം വർഷത്തിലാണ് സംഭവിക്കുന്നത്. മക്ക ഫത്ഹ് കഴിഞ്ഞിട്ട് മക്കത്ത് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ബാക്കിക്കാരെ പറ്റിയിട്ട് കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. 4 മാസം സുവൈബയുടെ അടുത്ത് താമസിച്ചതിന് ശേഷം അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്തേക്ക് മരുഭൂമിയുടെ മാർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഈ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽപ്പെട്ട യാത്രാ സംഘം മക്കത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബനു സഅദ് ഗോത്രത്തിലുള്ള അവരൊക്കെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അവര് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വേഗം കുട്ടിയെയും ഭർത്താവിനെയൊക്കെ കൂടി കൂട്ടിയിട്ട് സംഘമായിട്ട് ചേർന്ന്, അത്തരം സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് മക്കത്ത് പോകും.
മക്കത്തെ വലിയ വീടുകളിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുക്കും, അവരായിട്ട് തിരിച്ചു വരും. എന്നിട്ട് അവരെ ഹരിവർലാനെ തന്നെ പറയുന്നത് ഞങ്ങൾ കുട്ടിയുടെ ഉമ്മാന്റെ വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മാനൂഫ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം നേരിട്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് അവർ കുടുംബബന്ധമായി തീരുകയാണ്. ഇന്നത്തെ പോലെയുള്ള ഒരു തൽക്കാല ഇടപാട് മാത്രമല്ല, അതോടുകൂടി സഹോദരനായി തീരുകയാണ്. അപ്പോ അവർക്ക് അത്തരം കുറെ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവര് ശ്രദ്ധാപൂർവ്വം മക്കത്ത് എത്തിയിരുന്നു, കുട്ടികളെ ഏറ്റെടുത്തിരുന്നു. അത്തരം ഒരു യാത്രയിൽ മക്കത്ത് വന്നയാളാണ് ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ. ഇവര് മക്കത്തേക്ക് പോരുന്ന സാഹചര്യം ഹലീമ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. വിശദമായിട്ട് അതിന്റെ ഹദീസുകള് ഗ്രന്ഥങ്ങളിൽ കാണാം. പുറപ്പെടുന്ന സമയത്ത് ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തായിരുന്നു അവരുണ്ടായിരുന്നത്. കുട്ടിയുടെ കരച്ചിൽ കൊണ്ട് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം കുട്ടിക്ക് വല്ലതും കൊടുത്താലല്ലേ കുട്ടി കരച്ചിൽ നിർത്താം. കൊടുക്കാൻ പാലില്ല, കൊടുക്കാൻ ഭക്ഷണമില്ല. പാല് കറക്കാനുണ്ടായിരുന്ന ഒരു പെണ്ണൊട്ടം ഉണ്ടായിരുന്നത് പാല് വരാതെ ആയിരിക്കുന്നു. യാത്ര ചെയ്തിരുന്ന കഴുത എന്നെ കൊണ്ട് അങ്ങോട്ട് എത്തുമോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വഴിയിൽ നിന്ന് വല്ല മഴയും പെയ്ത് കഴിഞ്ഞാൽ കഴുതക്കൊന്നൊരു ഒരു ഉന്മേഷം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവർ പോയിരുന്നത്. യാത്രാ സംഘത്തിന് ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ നന്നേ പാടുപെട്ടിരുന്നു. കാരണം അവർ കയറിയിരുന്ന കഴുതയ്ക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് യാത്രാ സംഘം പലപ്പോഴും അവർ വഴിയിൽ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു ഒപ്പം എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. മക്കത്തെത്തിയ സമയത്ത് എല്ലാവരും കുട്ടികളെ അന്വേഷിച്ചു, എല്ലാവർക്കും കിട്ടി. പക്ഷേ ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം കിട്ടിയില്ല. കാരണം ഹലീമ റളിയല്ലാഹു അൻഹയുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കൂടെ പിന്നോക്കം നിന്നിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കുട്ടിയെ പാലെടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ പ്രശ്നമല്ലെങ്കിലും അത്യാവശ്യം ഒരു ആശ്വാസം ഉണ്ടായിരിക്കണം എന്നത് സ്വാഭാവികമായിട്ടും പാപ്പയും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും. കുട്ടിയെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി. അതുകൊണ്ട് തന്നെ ഹലീമക്ക് കുട്ടിയെ കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. മറുവശത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പയില്ല. അപ്പൊ ഇവര് തമ്മിൽ പറഞ്ഞത് ഹലീമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. പരസ്പരം ഇവര് പറഞ്ഞു, ഒരു ഉമ്മയും വല്ലിപ്പയും എന്ത് ചെയ്യാനാണ് ഒരു കുട്ടിയുടെ കാര്യത്തില്. കാരണം വാപ്പാക്ക് ഉണ്ടാകുന്ന ഒരു ശുഷ്കാന്തി ഒന്നും വല്ലിപ്പാക്ക് ഉണ്ടാവില്ല. അക്കാലത്തൊക്കെ ഒരാൾക്ക് ഒരുപാട് മക്കളുള്ളതാണ്. അബ്ദുൽ മുത്തലിബിന് തന്നെ 13 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ്. അത് ഒരു കുട്ടിയുടെ മകൻ മാത്രമാണ് അബ്ദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരുടെ കാഴ്ചയിൽ അവർ ചിന്തിച്ചു എങ്ങനെ പോയി വല്ലിപ്പ ഒരു കുട്ടിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന്. ചുരുക്കി പറഞ്ഞ അള്ളാഹു ഇവർ രണ്ടുപേരെയും ഒഴിച്ചു നിർത്തിയത്. ഇവര് ഹലീമ റളിയല്ലാഹു അൻഹ ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാരണത്താൽ ഇവർ ഒറ്റപ്പെട്ടു. അതോടുകൂടി ഒരു കാര്യം തെളിഞ്ഞു. പിന്നെ സാമ്പത്തിക മോഹം കൊണ്ട് ഇവർക്ക് ഒരു കുട്ടിനെ കിട്ടൂല എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളൊക്കെ മറ്റുള്ള ആളുകളൊക്കെ കുട്ടിയെ സെലക്ട് ചെയ്തത് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടും എന്നൊരു പരിഗണന കൂടി ഉണ്ടായതുകൊണ്ടാണ്. ആ ഒരു പരിഗണനയിൽ വെച്ച് വരുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോ അവസാനം യാത്രാ സംഘം തിരിച്ചു പോകാനുള്ള സമയമായി. കൂട്ടത്തിൽ വന്ന പെണ്ണുങ്ങൾക്കൊക്കെ കുട്ടികളെ കിട്ടി. തിരിച്ചു പോകുന്ന സമയത്ത് ഹലീമ റളിയല്ലാഹു അൻഹ മാത്രം കുട്ടികളില്ല. ഭർത്താവിന്റെ അടുത്ത് ഹാരിസിന്റെ അടുത്ത് വന്നിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ പരാതി പറഞ്ഞു, ഞാൻ മാത്രം കുട്ടികളില്ലാതെ പോയിരുന്നത് എനിക്കൊരു മോശമായിട്ട് തോന്നാണ്, ഒരു കുറച്ചിലായിട്ട് തോന്നാണ്. എന്റെ കൂട്ടുകാരികളോടൊക്കെ പറയാൻ ഒരു കുട്ടിയായി എത്തിക്കുട്ടി ഒരു കുട്ടി ബാക്കിയുണ്ടല്ലോ, അതിനങ്ങോട്ട് എടുത്താലും നമുക്ക് അള്ളാഹു നമുക്ക് എന്തെങ്കിലും ബർക്കത്ത് ചെയ്തുകൂടായില്ലല്ലോ എന്ന്. ആയിരിക്കും പറഞ്ഞു അത് ആ കുട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ബർക്കത്ത് അള്ളാഹു തരുമായിരിക്കുന്നത്. ആ കുട്ടിയുടെ ഗുണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനം എന്തെങ്കിലുമൊക്കെ അള്ളാഹ് ബർക്കത്ത് ചെയ്യും എന്നൊരു ചിന്തയിൽ നിന്ന് മാത്രമാണ് വേറൊരു കുട്ടി കിട്ടാത്തത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ഏറ്റെടുക്കുന്നത്. അതിന്റെ ഗ്രന്ഥങ്ങളിൽ ഹലീമ റളിയല്ലാഹു അൻഹ കുട്ടിനെടുത്ത് യാത്രാ സംഘത്തിന്റെ കൂടെ വന്ന് പാല് കൊടുക്കാൻ വേണ്ടി മടിയിൽ വെച്ചപ്പോഴേക്കും കുട്ടിക്ക് ആവശ്യമുള്ള അത്രയും പാലുമായി തന്റെ മാരുടെ നിറഞ്ഞു വന്നു എന്ന്. അതുവരെ കുടിക്കാനേ പാലുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ അത്ഭുത പാരതന്ത്രത്തിലാണ് അള്ളാഹു റസൂലിന്റെ മുലകുടിയിലൂടെയുള്ള പിതാവായ ഹാരിസ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തങ്ങൾക്ക് പാല് കറക്കാൻ വേണ്ടി ഒട്ടകത്തിന്റെ പാല് പറ്റിപ്പോയിരുന്നു. ആ ഒട്ടകത്തിന്റെ അകിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് ഒരു സംശയത്തിനും വകയില്ലാത്ത ഹദീസുകളാണ്. ഒട്ടകത്തിന്റെ അകിട് നിറഞ്ഞു നിൽക്കുകയാണ്. യാത്രാസംഘം പുറപ്പെട്ടു. ഇങ്ങോട്ട് വന്ന അതേ ഒട്ടകത്തിന്റെ പുറത്താണ് ഹലീമ റളിയല്ലാഹു അൻഹ കുട്ടിനെയും കൊണ്ട് കയറിയത്. പക്ഷേ കഴുതയും കൊണ്ടാണ് തിരിച്ചു പോയത്. പക്ഷേ
പോകുന്ന യാത്രയിൽ ഈ കഴുത ഹലീമ റളിയല്ലാഹു നബിയെയും കൊണ്ട് യാത്ര ഓടിയിട്ട് മറ്റുള്ള സംഘത്തിന് ഒപ്പം എത്താൻ കഴിയാത്ത അവസ്ഥ. ഇവർ കൂടെയുള്ള പെണ്ണുങ്ങൾ ചോദിച്ചു, ഹലീമ നീ ഇങ്ങോട്ട് വന്ന കഴുതപ്പുറത്ത് തന്നെയല്ലേ ഇപ്പൊ ഈ പോകുന്നത് എന്ന്. അപ്പൊ അവര് മറുപടി പറയാം, ഈ കുട്ടിക്ക് എന്തോ ഒന്നുണ്ട്, ഈ കുട്ടിക്ക് എന്തോ ഒന്നുണ്ട്, എന്തോ ഒന്നുണ്ടായിട്ടേ ഓടാൻ കഴിയുള്ളൂ. അവര് ബനുസാദ് ഗോത്രങ്ങൾ തമ്പടിച്ചിരുന്ന മരുഭൂമിയുടെ ഭാഗത്തെത്തി. അൽമറല്ലാഹു പറയാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വരണ്ട ഭൂമി ഞങ്ങൾ താമസിച്ചിരുന്ന ഭാഗം. ഏറ്റവും കെട്ട, ഒരു വെള്ളവും ഇല്ല, പച്ചപ്പും ഇല്ല, ആടിനും ഒട്ടകത്തിന് മേയാൻ പറ്റിയ സ്ഥലവും ഇല്ല. പക്ഷെ ഞങ്ങൾ നബിയെ കൊണ്ട് വന്ന സമയത്ത് അവിടെയൊക്കെ പച്ചപ്പ്, ഞങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞങ്ങളുടെ ആടിനും പോകുന്നിടത്തൊക്കെ തിന്നാൻ പുല്ല് കിട്ടുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അയൽവാസികളായ ആളുകളൊക്കെ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആടിനെ ഹലീമ കെട്ടുന്നിടത്ത് കൊണ്ടുപോയി കെട്ടിക്കൂടെ, അവളുടെ ആടത് തിന്നുന്നത് എന്ന് അവര് പരസ്പരം പറയാൻ തുടങ്ങി. അത്ഭുതത്തോടു കൂടി അവര് ആ സമയത്ത് അവിടെ ഉണ്ടായ സമ്പൽ സമൃദ്ധിയെ പറ്റിയിട്ട് ഹലീമ റളിയല്ലാഹു വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന തിരുദൂതൻ അവിടെ ഇറങ്ങിയതല്ലാതെ ഈ പച്ചപ്പിന് മറ്റൊരു കാരണമില്ല, നമുക്ക് വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു അനുഗ്രഹമായി മാറി. അവർക്ക് സാമ്പത്തികമായി മാത്രമല്ല, ആളുകൾക്കിടയിലൊക്കെ വലിയ സൽപ്പേര് കൂടി ഉണ്ടായിത്തീർന്നു. ഈ കുട്ടിയെ ഏറ്റെടുത്തത് കൊണ്ടും അവർക്ക് മറ്റോ യാതൊരു സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാതെ കുട്ടിയുടെ ബർക്കത്ത് പ്രതീക്ഷിച്ചാണ് അവരെടുത്തത്. അള്ളാഹു വാരി കോരി കൊടുക്കുകയുണ്ടായി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന മറ്റ് മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഒന്ന് അബ്ദുള്ള ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനാണ്. അതുപോലെ തന്നെ അനീസ അല്ലെങ്കിൽ ഉനൈസ. മറ്റൊന്ന് ജുദാമ, പക്ഷെ അവരുടെ പേര് അശ്ശൈമാവ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൂടുതൽ പ്രശസ്തം. അപ്പൊ നബിയുടെ 3 ആളുകൾ സഹോദരന്മാരെ പ്രത്യേകിച്ച് അശ്ശൈമ, ഉനൈസ, അതുപോലെ അബ്ദുള്ള. ഈ ഷെയ്മാവിനെ പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിൽ വേറെ പല സന്ദർഭങ്ങളിലും പരാമർശിക്കാനുള്ള സാഹചര്യം ഉണ്ടായിത്തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹലീമയുടെ അടുത്ത് പാല് കുടിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു 6-7 വയസ്സുള്ള പെൺകുട്ടിയാണ്. നമുക്കറിയാം, വീട്ടിലൊരു സാഹചര്യം ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുന്ന സമയത്ത് പാൽ കൊടുക്കുന്ന കുട്ടി ഒരു 6-7 വയസ്സുള്ള പെൺകുട്ടിയോടെ നോക്കാനുണ്ടെങ്കിൽ കുട്ടിനെ മുഴുവൻ നോക്കലായിരിക്കും ഈ പെൺകുട്ടിയായിരിക്കും. അതിനെ കളിപ്പിക്കാനും അതിനെ പുറത്ത് കയറ്റാനും ഒക്കെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അശ്ശൈമാവിനോട് വലിയ ബന്ധമുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധം നടന്നു. എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കമത്തും കഴിഞ്ഞ് അവിടെയുള്ള ഈ പറഞ്ഞ ഹവാസിൻ തഖീഫ് ഏറ്റവും വലിയ ഗോത്രങ്ങൾ, ഏറ്റവും വലിയ ശക്തിയായിരുന്നവർ, അവരൊക്കെ ഒന്നിച്ച് കീഴടക്കി. അവരെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ പരിക്ക് പറ്റിച്ച ഒരാളുണ്ടായിരുന്നു. അയാളെ പിടിച്ചു കൊണ്ടുവരണം, എങ്ങനെ അയാളെ രക്ഷപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പ് കൊടുത്തു. അതനുസരിച്ച് സഹാബാക്കൾ അവരെ പിടിച്ചുകൊടുത്ത കൂട്ടത്തിൽ കുറെ, അന്നത്തെ യുദ്ധ നിയമങ്ങളാണ്, മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോകും. ഒന്നിച്ച് അടിമകളായിട്ട് ആളുകളൊക്കെ കൂടി പിടിച്ചുകൊണ്ടുപോകും. കൂട്ടത്തിൽ ഒരു സ്ത്രീ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നബിന്റെ പെങ്ങളാണ്. ഞാൻ സഹാബത്തിന് അത് ആശ്ചര്യമാണ്. അവരെങ്ങനെ ഒരു വന്ധ്യ പറയാണ്, ഞാൻ നിങ്ങളെ നബിന്റെ പെങ്ങളാണ്. ഏതോ കാലം 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഏകദേശം 50-60 വയസ്സിന്റെ അടുത്തായി. ഈ സഹാബാക്കൾ ഒരുപക്ഷെ പിടിച്ച ആളുകൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാനുണ്ടായിരിക്കില്ല. ഉടൻ അവരെ ഈ പെണ്ണിനെയും കൊണ്ട് നബിയുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവരെ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം 6 വയസ്സുള്ള സമയത്ത് കണ്ടതാണ്. ഉമ്മയെ കണ്ടത് പക്ഷെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ നബി ചോദിച്ചു, പെങ്ങളാന്ന് പറയുന്നത് എന്താണ് തെളിവ്, പെങ്ങളാന്ന് എങ്ങനെ തെളിയിക്കാന്ന് വെച്ചു. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസില് അതില് നബി ബോധപൂർവ്വം ചോദിച്ചതാണെന്നാണ് ധരിക്കുന്നത്. നബി പറയും, ഇൻ തകൂനി സാദിഖതൻ ഫഇന്ന ബികി മിന്നി അസറുൻ ലാ യുബ്ല. ഹക്കീം റളിയല്ലാഹു പറയാ, നീ പറയുന്ന സത്യമാണെങ്കിൽ എന്റെ അടുത്ത് ഒരിക്കലും മാഞ്ഞു പോകാൻ അടയാളം ഉണ്ടാകുമെന്ന്. നബിക്ക് നല്ല ഓർമ്മയുണ്ട്, ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. മറ്റ് റിവായത്തുകളില് ഇവരങ്ങോട്ട് പറയാണ്, എന്താ അടയാളം എന്ന് ചോദിച്ചപ്പോ, ഞാൻ നിങ്ങളെ പുറത്തിരുത്തി നടന്നിരുന്ന സമയത്ത് നിങ്ങൾ എന്റെ പുറത്ത് കടിച്ച അടയാളം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
രംഗമാകെ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബസത ലഹാ റിദാഹു, നബിയുടെ സ്വന്തം വിരിപ്പ് എടുത്തിട്ട് പിരിച്ചു കൊടുത്തു. ഫഅജ്ലസഹ അലൈഹ, എന്നിട്ട് അതിലിരുത്തിയിട്ട് വഖയ്യറഹ, ചോയ്സ് കൊടുക്കുകയാണ്, ഇഷ്ടമുള്ളത് ചെയ്തോ. ഫഖാല ഇൻ അഹ്ബബ്തി ഫഇൻദി മുഹബ്ബതൻ വമുകറമ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വലിയ ഇഷ്ടത്തോടു കൂടി നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹത്തിന്റെ പാത്രമായിട്ട് ബഹുമാനിക്കപ്പെടുന്ന ആളായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്നോളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആൾക്കാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ അതും ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന്. അപ്പൊ അവര് പറഞ്ഞു ഞാൻ എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളാം എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതനുസരിച്ച് അവരെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. ബനൂ സഅദിൽ പെട്ട ചില ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ ഹദീസിന്റെ തുടർച്ചയിൽ പറയുന്നുണ്ട്, അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 2 സഹായികളെയും വെച്ചു കൊടുത്തു പെങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ബന്ദിയായി പിടിച്ചെടുത്ത ആൾക്ക് സഹായികളായിട്ട് തിരിച്ച് അങ്ങോട്ട് ആളെ കൊടുക്കണം. കൊട്ടൂല് അതുപോലെ അവർക്ക് ഒരു പെൺകുട്ടിയെയും കൊടുത്തു. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. ആ കുടുംബം, ഈ ഭാര്യയും ഭർത്താവും ആ കുടുംബം അവരുടെ ഗോത്രത്തിൽ ദീർഘകാലം നിലനിന്നു എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോ ഹലീമ സഅദിയയുടെ മക്കളിൽപ്പെട്ട ഷൈമാവിന്റെയും ഹാരിസിന്റെയും കഥകളാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ പാല് കുടിച്ചുകൊണ്ട് ബനൂ സഅദ് ഗോത്രത്തിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വീട്ടിൽ, ബനൂ സഅദിലെ മറ്റൊരു വീട്ടിൽ ഹംസ റളിയല്ലാഹു അൻഹു പാല് കുടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ നബിയുടെ സഹോദരനാണ്. കാരണം അബൂലഹബിന്റെ അടിമ സ്ത്രീ സുവൈബയുടെ പാല് ഒന്നിച്ച് അവർ കുടിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു വെക്കുന്നു, ഇവരുടെ ഈ ബനൂ സഅദിൽ താമസിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു പാല് കൊടുത്തിരുന്ന ആ ഉമ്മയുടെ പാലും കുടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും സഹോദരന്മാരായി തീരുകയാണ്. എന്നല്ല, ആ സമയത്ത് ഒന്നിച്ച് പാല് കുടിച്ച് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു, സുഫിയാൻ, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും മൂത്ത മകൻ സംസം വെള്ളം കുഴിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു മകനെ ഉണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന് കുഴിച്ചു കൊടുക്കാൻ. അതായിരുന്നു ഹാരിസ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവ് രോഗബാധിതനാണ് മദീനയിൽ എന്ന് കേട്ടപ്പോൾ പറഞ്ഞയച്ച ആളായിരുന്നു ഹാരിസ്. ഈ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ. പക്ഷേ തന്റെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശത്രുവായിട്ടാണ് ഇവരുണ്ടായിരുന്നതെങ്കിൽ പോലും എല്ലാം കഴിഞ്ഞ് മക്ക മദീനയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ടാണ് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്നതും അവർ മുസ്ലിം ആകുന്നത്. വളരെ വൈകാതെ നടന്ന യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. ഈ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുക്കൾ മുഴുവൻ തിരിഞ്ഞോടിയ സമയത്തും അവസാനം വരെ ഉറച്ചു നിന്നത് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് അന നബിയില്ല കദിബ് എന്നൊക്കെ നബി പറയുമ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ അബൂ സുഫിയാൻ ഹാരിസും റളിയല്ലാഹു അൻഹു ഇതുപോലെ ബനൂ സഅദിലെ ഒരു ഗോത്രത്തിലെ സ്ത്രീയിൽ നിന്ന് പാല് കുടിച്ചയാളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ.